സിറാജുൽ ഹുദ 20ാം വാർഷിക സമ്മേളനം 2010 ജനുവരി 29, 30, 31 തീയതികളിൽ കുറ്റ്യാടിയിൽ. ചില പുത്തൻവാദികൾ പറയാറുണ്ട്, മൊയ്ജിയത്തും കറാമത്തും അമ്പിയാക്കളും ഔലിയാക്കളും വിചാരിക്കുമ്പോൾ കൊടുക്കൂല, പിന്നെയോ എപ്പോഴെങ്കിലും ചക്കയിടുമ്പോൾ മുയല് കിട്ടി എന്ന് പറയും പോലെ കിട്ടുന്നതാണെന്ന്. അല്ല അല്ല, പ്രകടിപ്പിക്കണമെന്ന് അവരങ്ങ് ഉദ്ദേശിക്കുമ്പോ അള്ളാഹ് അതിന് കഴിവ് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, അതിന്റെ പുറമെ നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സാധനം എന്താണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണ്, കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. ഇതൊക്കെ ഖുർആനിലുള്ളതാണ് സഹോദരന്മാരെ. ഇനി വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവൂല. അങ്ങനൊക്കെ കഴിയോന്ന് നീ പുത്തൻവാദിയായി ചോദിച്ചിട്ട് ഇസ്ലാം എന്ന് പുറത്തു പോകണ്ട. ശരിക്കും മനസ്സിലാക്കണം. അതാ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചത് ഞാൻ അങ്ങ് പറഞ്ഞു തരും. നിങ്ങളുടെ നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഏതാന്ന് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ സൂക്ഷിച്ചു വെച്ച അലമാരിയിൽ വെച്ച സാധനം ഞാൻ പറഞ്ഞു തരും. നിങ്ങളെ ഇരുമ്പ് വെട്ടിയിലുള്ള സാധനം ഞാൻ പറഞ്ഞു തരും. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഖുർആൻ അല്ലാഹു തആല ഉദ്ധരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഓർക്കൂ സഹോദരന്മാരെ, മരിച്ചവരെ ഹയാത്താക്കൽ വരെ, വെള്ളപ്പാണ്ട് രോഗം മാറ്റൽ വരെ അല്ലാഹ് കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് പവർ കൊടുത്തു. എന്താ കാരണം? വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ച കാലമാണ്. ഇസ്ലാം ദീന് നിലനിൽക്കണമെങ്കിൽ എല്ലാ വൈദ്യന്മാരെയും വെല്ലുവിളിക്കാൻ സാധിക്കണം. അങ്ങനത്തെ ആളെ നബിയാകാൻ പറ്റുള്ളൂ. കണ്ടില്ലേ നിങ്ങൾ അവസാനത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിക്ക് അല്ലാഹ് കൊടുത്ത മുഅ്ജിസത്ത് എന്താ! സുബ്ഹാനല്ലാഹ്. അമേരിക്കക്കാരൻ അപ്പോളോ ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉപയോഗിച്ച് ഉപരിമണ്ഡലത്തിൽ പോയിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത്, അതിന്റെ അപ്പുറം കാലുകുത്തിയത്. മുസ്ലിമീങ്ങളായ നമ്മൾ ഇങ്ങനെ പറയാം, നിങ്ങൾ എവിടെ കാലുകുത്തിയാലും ഞങ്ങളെ നേതാവ് അതിനേക്കാണപ്പുറം പോയ ആളാണ്, ഞങ്ങളെ നേതാവ് അതിന്റെ അപ്പുറം പോയ ആൾ. നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അതിന്റെ അപ്പുറം പോയ ആളാണ് ഞങ്ങളെ നേതാവ്. സുബ്ഹാനല്ലാഹ്. അവിടെയല്ലേ ഇസ്ലാമിന്റെ പവർ. നിങ്ങൾ മനസ്സിലാക്കണം, 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. അത് അമേരിക്കക്കാരൻ പോയതിന്റെ ശേഷം ഇറങ്ങിയ ഗ്രന്ഥമല്ല. ആ ഇറങ്ങുന്ന ഗ്രന്ഥത്തിലാണ് അല്ലാഹ് പഠിപ്പിക്കുന്നത്, വലഖദ് റആഹു നസ്ലതൻ നുഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസറു വമാ തഗാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരിമണ്ഡലത്തിലേക്ക് അങ്ങ് യാത്ര ചെയ്തപ്പോ സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിനടുക്കലെത്തി. ആ വൃക്ഷം അത്ഭുതകരമായ വൃക്ഷമാണ്. മുഹമ്മദ് നബിയുടെ വരവ് പ്രമാണിച്ച് അവിടെ അലങ്കരിച്ചിരിക്കുകയാണ്. മഹാന്മാര് വരുന്ന സ്ഥലം അലങ്കരിക്കലില്ലേ? അത് മഹാന്മാരോടുള്ള ആദരവല്ലേ? അവിടെ അലങ്കരിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. അല്ലാഹ് പറയുന്നത്, ഇത് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസറു വമാ തഗാ. ആ മരത്തിന് എന്തെല്ലാം കളറുകളാണ് അല്ലാഹ് കൊടുക്കുന്നത്, എന്തെല്ലാം പ്രകാശങ്ങളാണ് അവിടുന്ന് വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ മരത്തിന്റെ ഇലകൾ നോക്കുമ്പോ ആനയുടെ ചെവി പോലെയുണ്ട്. ആ മരത്തിന്റെ കായ നോക്കുമ്പോ വലിയ പീപ്പകൾ പോലെയുണ്ട്. അങ്ങനത്തെ മരത്തിന്റെ അടുക്കലൊക്കെയും അല്ലാഹു എത്തിച്ചു. ഇത് അപ്പോഴൊന്നും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സി ആഡംബരത്തിൽ മുഴുകിയിട്ടില്ല. സർവ്വ ആഡംബരങ്ങളും അവിടുത്തേക്കുള്ള ബഹുമാനമായി കിട്ടുന്നുണ്ടെങ്കിലും മനസ്സപ്പോഴെല്ലാം അല്ലാഹുവിൽ ലയിച്ചിരിക്കുകയാണ്. എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന ചിന്തയിലാണ്, എന്റെ ഉമ്മത്തിന് വേണ്ടി ശുപാർശ പറയണമെന്ന ചിന്തയിലാണ്. അങ്ങനെ അവിടുത്തെ മനസ്സ് തെറ്റിപ്പോയിട്ടില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ എല്ലാ ഉപരിമണ്ഡലങ്ങളിലും പോയി വന്ന നേതാവ്. അതുകൊണ്ട് തന്നെ ഏത് അമേരിക്കക്കാരനോ ഏത് ജപ്പാൻകാരനോ റഷ്യക്കാരനോ ഏത് മണ്ഡലങ്ങളിൽ എവിടെ പോയി വന്നാലും മുസ്ലിമീങ്ങൾ
മുസ്ലിമീങ്ങൾ എപ്പോഴും പറയും, ഓ ജനങ്ങളെ, ഞങ്ങളെ നേതാവ് പോയ സ്ഥലത്ത് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം പോലും നിങ്ങളാരും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരാൾ നേതാവാകാനുള്ള അർഹത വിവരം കൊണ്ടല്ലേ ഒരാൾ നേതാവാകേണ്ടത്. എല്ലാ വിവരവും ഏറ്റവും കൂടുതൽ കിട്ടിയ വ്യക്തി, ഏത് കാലത്ത് ഏത് ശാസ്ത്രജ്ഞൻ വന്നാലും അതിനേക്കാൾ വിവരമുള്ള വ്യക്തി, അത് ലോക നേതാവ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അത് സർവസൃഷ്ടികളെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാത്ത ഭാഷയില്ല, ആ റസൂലുള്ളാഹിക്ക് അറിയാത്ത മേഖലയില്ല, ആ റസൂലുള്ളാഹിക്ക് അറിയാത്ത ഒരു വിഷയവും ഇല്ല. അങ്ങനെ എല്ലാ വിവരങ്ങളും നൽകപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള എല്ലാ വിഭാഗത്തെയും നേരിടാനുള്ള നേതാവായതിനാൽ ഉപരിമണ്ഡലത്തിൽ പിന്നീട് അമേരിക്കക്കാരൻ പോകുമെങ്കിൽ അതിനെയും കീഴ്പ്പെടുത്തിയിട്ട് അതിന്റെയും അപ്പുറത്തൊക്കെയും പോയി വന്ന് തിരിച്ചു വന്ന നേതാവായി അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിന്റെ റസൂല് വരുന്ന കാലം വല്ലാത്ത സാഹിത്യത്തിന്റെ കാലമായതിനാൽ സർവ്വ സാഹിത്യങ്ങളെയും വെല്ലുവിളിക്കുന്ന, അന്ത്യനാൾ വരെ സർവ്വ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന ആ വല്ലാത്ത ഗ്രന്ഥവും കൊണ്ടല്ലേ അവിടുത്തെ വരവ്. എല്ലാ എതിരാളികളെയും വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇതിലുള്ളൊരു ചെറിയ സൂറത്തിന്റെ എത്രയെങ്കിലും, ഒരു ചെറിയ സൂറത്തെങ്കിലും, ഒരു ഇന്നാഅതൈനാക്കൽ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ആശയ ഗാംഭീര്യമുള്ള, സാഹിത്യ സമ്പുഷ്ടിയുള്ള, അതേ ശ്രവണ മധുരമായ ഇതുപോലൊരു സൂറത്ത് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. എല്ലാവരെയും സഹായത്തിന് വിളിച്ചോ, കൊണ്ടുവരൂ നിങ്ങൾ ഖുർആനിലുള്ളൊരു സൂറത്ത് പോലെ, ഇന്നാഅതൈനാക്കൽ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഖുർആൻ വെല്ലുവിളിച്ചിട്ട് ഇക്കാലം അത്രയും എല്ലാ വിരോധികളും ഉണ്ടായിട്ട് ഇന്ന് വരെ ഖുർആനിന്റെ വെല്ലുവിളി നേരിടാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ. അതാണ് ഇമാം ബൂസൈ പറഞ്ഞത്, റദ്ദത്തിബ ലാവതുഹാ ദവാമു അരീളിഹാ റദ്ദൽ യൂരിയദൽ ജനീനിൽ ഹുറൂമി. എല്ലാവരെയും ഖുർആൻ അടക്കിയിരുത്തി, എല്ലാവരെയും ഖുർആൻ പരാജയപ്പെടുത്തി. ഖുർആനിന്റെ വെല്ലുവിളി ഇന്നും അത് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെ എല്ലാവരെയും പരാജയപ്പെടുത്താൻ ഏറ്റവും ഉപരി ആരുടെ കയ്യിൽ എന്തുണ്ടോ അതിനേക്കാളും മേലെ അമ്പിയാക്കൾ കൊണ്ടുവരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അപ്പൊ ആ അമ്പിയാക്കൾ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം ഇവിടെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ ഭാഷ അറിയോ എല്ലാ ഭാഷകളും പഠിച്ച ഒരു മുസ്ലിം സമുദായത്തിലുണ്ടാകും. എല്ലാ ഭാഷയും പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സംസ്കൃതം അടക്കം പഠിക്കണം. സംസ്കൃതം പഠിക്കണം. ചിലർ വിചാരിക്കും സംസ്കൃതം പഠിക്കൽ ഹറാമാണ്. ഹറാമൊന്നുമല്ല, അതും പഠിക്കണം. പഠിക്കാൻ കഴിയുമെങ്കിലും ഒക്കെ പഠിക്കണം. സംസ്കൃതം അടക്കം പഠിക്കാൻ കഴിയും പഠിക്കണം. നന്നായിട്ട് മലയാളം പഠിക്കണം, നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, നന്നായിട്ട് ഉറുദു പഠിക്കണം, നന്നായിട്ട് കിട്ടുന്ന എല്ലാ ഭാഷയും കഴിയുമ്പോൾ പഠിക്കണം. പഠിക്കാൻ കഴിയുന്നതിന് പരമാവധി പഠിക്കണം. ഇപ്പൊ ചില ആളുകൾ മലയാളം പഠിക്കാണ്ടായിട്ടുണ്ട്, അതും പറ്റൂല. മലയാളം നന്നായിട്ട് പഠിക്കണം. അപ്പൊ അല്ലെങ്കിലും അല്ല പിന്നെ മലയാളം പറയുന്ന അറിഞ്ഞൂടെ ഉണ്ടാവും. മലയാളം പഠിക്കണം. പക്ഷെ ഒരു ഭാഷ പഠിച്ചവനും ഭാഷ അറിയാത്തവന്റെ മുമ്പിൽ അഹങ്കാരം കാണിക്കരുത്. അത് ഞാൻ പ്രത്യേകം പറയാണ്. ചില ചങ്ങാതികളുണ്ട്, കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ അവനിങ്ങനെ തോന്നുകയാണ്, ഞാൻ ഇംഗ്ലീഷിലാണ് ഇനി അങ്ങോട്ടെല്ലാം പറയാം. അവ പിന്നെ ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടി വന്ന പാവപ്പെട്ട ഒരു ഉമ്മ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്ന് മെഡിക്കൽ ഷോപ്പിൽ, ഇവന് നന്നായിട്ട് മലയാളം അറിയാം. പക്ഷെ ഇവരെന്താ പറയുമോ, ഡോസ് തെറ്റിപ്പോകരുത്, കംപ്ലീറ്റ് തീർക്കണം, പിന്നെ ഇങ്ങനെ മുപ്പൊരു ടൈം അവഗണിക്കരുത് എന്നൊക്കെയാ പറയുന്നത്. ഈ പാവ ഉമ്മാക്ക് ടൈം പറഞ്ഞൂടാ,
പാവമ്മക്ക് ഡോസ് പറഞ്ഞിടാ, ഈ പാവമ്മക്ക് കംപ്ലീറ്റ് പറഞ്ഞുവിടാ. മലയാളത്തിലൊക്കെ പറഞ്ഞു കൊടുത്തൂടെ ഉമ്മാക്ക്? എന്തിനാ ഈ ഭാഷ എന്ന് പറയുന്ന സാധനം? ഭാഷ എന്ന് പറയുന്നത് അവനവന്റെ മനസ്സിലുള്ളത് മറ്റൊരാളുടെ മനസ്സിലെത്തിക്കാനുള്ളതാണ്, മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി ഭാഷ. ഒരാളെ മനസ്സിലുള്ളത് വേറൊരുത്തർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ഭാഷ. മറ്റൊരാൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കലാണ് ഭാഷാ പഠനം. അപ്പൊ എന്താ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. മുമ്പ് ഞാനും എന്റെ 2 സ്നേഹിതന്മാരും കൂടി കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഒരു കൂമ്പോൽ അമ്മദാജി തന്നെ ഒരാളുണ്ട്, എന്റെ ഒരു പാപ്പാന്റെ കാരണവരാവും. മൂപ്പർ ഒരു പീടിയിൽ, പഴയ പീടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ പീടിയെ കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അപ്പൊ ഇയാൾ ഇരിക്കുമ്പോ എന്ത് ചെയ്യുന്നറിയോ, ഇവര് രണ്ടാളും വിദേശത്ത് പോയി വന്ന ആൾക്കാരാ. ഇവർക്ക് ഉറുദു അറിയാം. ഇവർ ഉറുദുവിലുണ്ട് എന്തോ ഇയാളെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്നാ പറഞ്ഞത്. പറഞ്ഞങ്ങ് തീർന്നപ്പോ മൂപ്പര് വെച്ച്, എന്താ മക്കളെ നിങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമെന്ന് ചോദിച്ചു. ആര്? ഈ അഹമ്മദായി ചോദിച്ചേ, എന്താ മക്കളെ അറിയേണ്ട ആവശ്യം? ഈ കുട്ടികൾ അങ്ങനെ നിന്നുപോയി. ഇപ്പൊ കുട്ടികൾ പറഞ്ഞു, മക്കളെ നിങ്ങളിപ്പം പോകാൻ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ മുമ്പ് ബർമയിൽ പോയി വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില ആളുകള് മനസ്സിലാക്കും, മറ്റൊരു മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ ഭാഷ പറഞ്ഞു. ഈ എല്ലാ ഭാഷയും പഠിച്ചു വെച്ചാൽ ഒരാൾക്കും നമ്മൾ ചതിക്കാൻ കഴിയൂല, അപ്പൊ എല്ലാ ഭാഷയും പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കല് ഒരു നിലക്ക് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? സാമ്രാജ്യത്വ ശക്തികള് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരിക. അവരെ ഭാഷ നമ്മൾ പഠിച്ചു വെച്ചാലേ അവരെ നമുക്ക് നേരിടാൻ കഴിയും. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കൽ വളരെ ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. പക്ഷേ ഇംഗ്ലീഷ് പഠിച്ചവന് ഞാൻ കുറച്ച് സംസാരത്തിൽ കുറച്ച് ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ മഹത്വമാണ് എന്ന് വിചാരിച്ചിട്ട് പറയണ്ട. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരും പ്രിൻസിപ്പാളൊക്കെ ഇംഗ്ലീഷ് തന്നെ പറയണം, എന്നാലേ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുള്ളൂ. അപ്പൊ അവർ ഇംഗ്ലീഷ് പറയണം. അതൊന്നാ ഈ LKG വരുന്ന കുട്ടികളോട് ഇംഗ്ലീഷ് പറയണമെന്ന് പിന്നെ സുബ്ഹാനല്ലാഹ് മൂത്രമൊഴിച്ച മുണ്ടുകൊണ്ടായിരിക്കും ബർക്കത്തല്ലാവുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആ കുട്ടികളോട് ഇംഗ്ലീഷ് പറയണമെന്നല്ല. കുട്ടികൾ വളരുമ്പോ അവർ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്ന രൂപത്തിലാകണം. അത് നമ്മളെ ടീച്ചർമാർക്കും പ്രിൻസിപ്പാൾമാർക്കും ഒക്കെ നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. നമ്മളത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, മംഗ്ലീഷ് മീഡിയം അല്ല. മംഗ്ലീഷ് മീഡിയം വെച്ചാൽ മലയാളം അല്ല ഇംഗ്ലീഷ് അല്ലാത്ത രണ്ടും അല്ലാത്ത ഒന്നതാ മംഗ്ലീഷ് മീഡിയം എന്ന് പറയും. അപ്പൊ നമ്മൾ മംഗ്ലീഷ് മീഡിയം അല്ല, ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ കുട്ടികൾ വളരണം. മംഗ്ലീഷ് മീഡിയം പറ്റില്ല. അതേസമയം ഞാൻ പറഞ്ഞത്, സാധാരണ നിലക്ക് പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോ ഇംഗ്ലീഷ് ചിലപ്പോ അങ്ങനെ ബന്ധു. ഇപ്പൊ ഞങ്ങൾ അറബിയിൽ എപ്പോഴും സംസാരിക്കുന്ന കിതാബുമായിട്ട് ബന്ധപ്പെടുന്ന മുസ്ലിംമാർ സംസാരിക്കുമ്പോൾ പല സംഗതികളും അറബി ബന്ധുവും. അതുപോലെ തന്നെ ഈ കോടതിയിൽ നിന്നൊക്കെ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്ന വക്കീൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷ് ബന്ധുവും സ്വാഭാവികമാണ്. അതല്ലാതെ ചില ചങ്ങാതികളുണ്ട്, ഒന്ന് ശൈനിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിന്റെ കഷ്ണം പറഞ്ഞ് മറ്റവന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയുള്ള ഭാഷ, അവനവന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ് ഭാഷ എന്ന ബോധം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇംഗ്ലീഷ് മനസ്സിലാകാത്തവനോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷിന് ഒരു പ്രത്യേക ബഹുമാനമൊന്നുമില്ല. അങ്ങനെ ബഹുമാനം ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ, ഖുർആൻ ആ ഭാഷയിൽ ഇറങ്ങിയിട്ടില്ല, ഹദീസ് ആ ഭാഷയിൽ വന്നിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഷയിൽ വന്നിട്ടില്ല. ആ ഭാഷയിൽ വന്നത് ആരെല്ലാണെന്ന് ചോദിച്ചാല് സുബ്ഹാനല്ലാഹ്, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഭയങ്കര ബോംബ് കൊണ്ടുപോയി വർഷിപ്പിച്ചിട്ട് വളരെ പാവപ്പെട്ട സഹോദരിമാരെയും പ്രായമുള്ളവരെയും പിഞ്ചുകുട്ടികളെയും ഒക്കെ കൊന്നിട്ട് അതിന്റെ ഭവിഷ്യത്ത് ഇന്നും ജപ്പാനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം അക്രമം ചെയ്യുന്ന ആളുകൾ സംസാരിച്ച ഭാഷയാണ് ഇംഗ്ലീഷ്. അതൊരു റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഭാഷയല്ല. അതുകൊണ്ട് അതിന് മതപരമായിട്ടൊരു ബഹുമാനമൊന്നും അതിലില്ല. പക്ഷെ ഈ ആവശ്യം ഉള്ളതിനാൽ അത് പഠിക്കൽ നിർബന്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ആവശ്യം ഉള്ളതിനാൽ. ഏതുപോലെ നമ്മൾ പള്ളി ഉണ്ടാക്കുമ്പോ പള്ളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കക്കൂസ് ഉണ്ടാക്കും, മൂത്രപ്പര ഉണ്ടാക്കും. അത് മൂത്രപ്പരക്ക് ബഹുമാനമുള്ളതുകൊണ്ടല്ല, അതുകൊണ്ട് തന്നെ ആരും കക്കൂസിൽ മൂത്രപ്പര നീറ്റിക്കാഫിക്കൂല. അതേ സമയത്ത് പള്ളിയോടനുബന്ധിച്ച് മൂത്രപ്പുറയും കക്കൂസും ഇല്ലാഞ്ഞാൽ പിന്നെ നമ്മളെ പള്ളിയിൽ നിസ്കാരം നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരും മൂത്രയ്ക്കാൻ വേണ്ടി പള്ളിയിൽ പോയാൽ പിന്നെ ജമാഅത്തിലുണ്ടാവില്ല. അതുപോലെ തന്നെ ബുദ്ധിമുട്ടി പോകും. അപ്പോ ഇതിന് പ്രത്യേകം ബഹുമാനമൊന്നുമില്ല. എന്തിന്? കക്കൂസിന് മൂത്രപ്പുറക്കും പ്രത്യേകം ബഹുമാനമുണ്ടോ? ബഹുമാനില്ല. പക്ഷെ അത് ഉണ്ടായാലും നിർബന്ധമാണ്. ഇല്ലെങ്കിലും സുബ്ഹാനല്ലാഹ് പള്ളിയിൽ വരിയാക്കിയിരിക്കാൻ തന്നെ സാധിക്കൂല. അപ്പൊ അതുണ്ടായാലും നിർബന്ധം. അതുകൊണ്ട് തന്നെ അതിനെന്ത് വേണം? പള്ളീന്റെ പിരിവെടുക്കുമ്പോ മൂത്രപ്പുറക്കും കക്കൂസിനും അടക്കാ പിരിവെടുക്കുന്നത്. അപ്പൊ ഒരാൾ ചോദിക്കുക, പള്ളിക്ക് എന്ന് പറഞ്ഞ് പിരിവെടുത്തിട്ട് കക്കൂസ് ഉണ്ടാക്കാൻ പറ്റുമോ? പള്ളിക്ക് എന്ന് പറഞ്ഞ് പിരിവെടുത്തിട്ട് കക്കൂസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, കക്കൂസ് ഇല്ലാണ്ട് പള്ളി ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ പള്ളിയിലൊക്കെ നിസ്കരിക്കാണ്ടാവും. അപ്പൊ പള്ളിക്ക് കൂലി ഈ കക്കൂസിന് കൊടുത്താലും ഉണ്ടാവും. പള്ളിന്റെ ബഹുമാനം കക്കൂസിനില്ല. പക്ഷേ പള്ളിക്ക് സംഭാവന കൊടുത്ത പ്രതിഫലം പള്ളിയോട് ചേർത്തുള്ള കക്കൂസിന് കൊടുത്താലും ഉണ്ടാവും. ബഹുമാനം ഉണ്ടായിട്ടില്ല. ഇതുപോലെ അറബി ഭാഷ പഠിക്കലേ നമുക്ക് നിർബന്ധം, നമ്മുടെ മലയാളം പഠിക്കലേ നമുക്ക് നിർബന്ധം.
എന്നാ ഇംഗ്ലീഷ് പഠിക്കലോ, ഇംഗ്ലീഷിൽ പ്രത്യേകം ബഹുമാനം ഉണ്ടായിട്ടൊന്നുമല്ല, അത് പഠിക്കലും നിർബന്ധവും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനൊരു പ്രത്യേകം ബഹുമാനം ഉണ്ട് എന്ന് ആരും വിചാരിക്കണ്ട. ഇതാ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഉണ്ടാകല് നിർബന്ധാണ്, പഠിക്കല് നിർബന്ധാണ്, പഠിക്കല് നിർബന്ധാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പൊ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, അതിന് പ്രത്യേക ബഹുമാനം ഉണ്ട് വിചാരിച്ചിട്ട് ആരെയും പറഞ്ഞ് കൊടുക്കാനൊന്നും ആരും പോരുത്. അങ്ങനെ ഒരു കിബിറട്ട് തോന്നുകയും ചെയ്യരുത്. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം. അതിനൊക്കെ നമ്മൾ ഏത് ഭാഷയും പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അകത്തുക. ഏത് ഭാഷയും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഭാഷ സംസാരിക്കുമ്പോൾ അത് നമ്മൾ എന്തിനു പഠിക്കുന്നു? നമുക്ക് വേണ്ടി പഠിക്കുന്നു, അല്ലാതെ ഇംഗ്ലീഷ് നന്നാക്കാറൊന്നുമല്ല. അപ്പൊ ചിലർക്കൊരു സംശയമാണ്, ഈ സുന്നികള് പണ്ട് ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞേ. ചിലർക്ക് സംശയം, ഏത് സുന്നി അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതന് എഴുതിയതായിട്ട് ഒരു പുസ്തകത്തിലോ ഒരു പ്രസിദ്ധീകരണത്തിലോ കാണിച്ചു തരാൻ കഴിയുമോ? ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് സുന്നി പണ്ഡിതൻ എഴുതിയതായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിച്ച ഒരു സീഡിയോ കേസറ്റോ എന്തെങ്കിലും ഒന്ന് ഹാജരാക്കാൻ കഴിയും? പച്ചക്കള്ളം പറയാം. അത് പിന്നെ കള്ളം മാത്രം പറയുന്ന ഒരു, പിന്നെ ഇതും കൂടി ഒരു കള്ളം പറഞ്ഞു കൂടിയിട്ട് ഇവിടെ പച്ചക്കള്ളം പറയാം. നമ്മളെ പണ്ഡിതന്മാര് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഭരണഘടന 1924 കാലത്ത് അതിന്റെ ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന രജിസ്റ്റർ ചെയ്തു. ആ ഭരണഘടന നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ABCD ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് അതിന്റെ ഖണ്ഡികകൾ തന്നെ വിവരിക്കുന്നത്. സമസ്തന്റെ ഭരണഘടനയിൽ നരകത്തിൽ കിടക്കുന്ന ഭാഷ എഴുതിച്ചതാ. അപ്പൊ അന്ന് തന്നെ നമ്മളെ ആലിമീങ്ങൾ ഭരണഘടനയിൽ തന്നെ ഇംഗ്ലീഷ് എഴുതി വെച്ചത് നമുക്ക് കാണാം. പക്ഷെ ചരിത്രപരമായ ഒരു വിഷയമുണ്ട് ഇവിടെ. അതെന്താണ്? മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള രാജ്യസ്നേഹികളായ മുസ്ലിം നേതാക്കന്മാർ, അതിൽ പണ്ഡിതന്മാരുമുണ്ട്. ആ നേതാക്കന്മാർ ബ്രിട്ടീഷുകാരെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ആ ഉത്ബോധനത്തിൽ നിങ്ങൾ ഖദറിന്റെ വസ്ത്രം ധരിക്കണം എന്ന് ഇവിടെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു. ഇപ്പോഴും അതിനെ ഇത്തിബായ് ചെയ്തുകൊണ്ട് ഖദറിന്റെ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് സംഗതി? നമ്മളെ രാജ്യത്ത് ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ ഉപയോഗിക്കണം, ഈ വൈദേശികത്തിൽ ഇറക്കുമതി ചെയ്യുന്ന നമുക്ക് വേണ്ട എന്ന് ആ വൈദേശികരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് പാസാക്കി. ഇതുപോലെ അവരോടുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി അവരുടെ ഭാഷയും കൈയൊഴിക്കണം എന്ന് അന്ന് ചില നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതില്ലെന്ന് നമ്മൾ നിഷേധിക്കുന്നില്ല. അത് രാജ്യസ്നേഹം കൊണ്ട് താൽക്കാലികമായി അവരെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാചകമാണ്. അത് മുസ്ലിം സമുദായത്തിന് മതപരമായി ഇംഗ്ലീഷ് ഭാഷ പഠിക്കൽ ഹറാമാണെന്നല്ല ആ പറഞ്ഞത് എന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരെ സംബന്ധിച്ചും നേതാക്കന്മാരെ പറ്റിയും തെറ്റിദ്ധാരണ വെച്ച് ഈമാനിന് കേടുവരുത്തരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ശരി സഹോദരന്മാരെ, ഭാഷ നമ്മൾ പഠിക്കണം. പക്ഷേ നമുക്ക് ഇംഗ്ലീഷുകാരുടെ സംസ്കാരം നമുക്ക് പറ്റൂല. ഇംഗ്ലീഷുകാരുടെ സംസ്കാരം നമുക്ക് പറ്റും. നമ്മുടെ സംസ്കാരം അത് അല്ലാഹുവിന്റെ ദീൻ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച സംസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരം, സ്വഹാബത്ത് പഠിപ്പിച്ച സംസ്കാരം. ഇംഗ്ലീഷുകാരുടെ സംസ്കാരം നമുക്കറിയാം. ഇറാഖിലുള്ള പിഞ്ചുമക്കളുടെ തലയിൽ ബോംബ് വർഷിപ്പിക്കുന്ന സംസ്കാരമാണ്, അല്ലേ? ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു രാജ്യം സ്വതന്ത്രമായി അവർക്ക് ജീവിക്കാൻ അനുവദിക്കാതെ ആ ഫലസ്തീനികളുടെ തലയിൽ ബോംബ് കൊണ്ടുപോയി വർഷിപ്പിച്ചിട്ട് ഞാൻ ഇതാ ഇസ്രായേലിന്റെ കൂടെയാണ് അതാ അഭിമാനത്തോടെ പറയുന്ന ജോർജ് ബുഷിന്റെ സംസ്കാരം. എന്നിട്ട് അമേരിക്കയിൽ ഇരുന്നിട്ട് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങള് ഇതാ ശാപ്പാട്ടരാമന്മാരാണ്. ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങള് തിന്നു മുടിച്ചിട്ടാണ് ഈ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത്. ഇന്ത്യ രാജ്യത്തുള്ള ആളുകൾ ധാരാളം വണ്ടിയിൽ ഓടിയിട്ടാണ് പെട്രോൾ ക്ഷാമം ഉണ്ടാകുന്നത് എന്ന് ഫത്വ ഇറക്കുന്ന വിവരംകെട്ട സംസ്കാരം. ആ വിവരംകെട്ട സംസ്കാരം അത് നമ്മുടെ സമുദായത്തിന് പറ്റൂല. നമ്മുടെ സംസ്കാരം ഏറ്റവും ഉന്നതമായ സംസ്കാരമാണ്. ഇങ്ങോട്ട് തെറ്റ് ചെയ്തവനെ അങ്ങോട്ട് നന്മ കൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം. ഇങ്ങോട്ടൊരാൾ എന്തടാന്ന് ചോദിച്ചാൽ പൊട്ടട്ടാന്ന് 16 പറയല്ല വേണ്ടത്. പിന്നെ എന്തടാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഹൃത്തേ എന്ന് പറയണം. അങ്ങനെ നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കണമെന്ന് പറയുന്ന സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം.
സുബ്ഹാനല്ലാഹ്. ആരെയും ചീത്ത പറയരുതെന്ന് പറയുന്ന സംസ്കാരം, ആരെയും പരിഹസിക്കരുതെന്ന് പറയുന്ന സംസ്കാരം, കാർട്ടൂൺ വരച്ചിട്ട് ആരെയും പരിഹസിക്കരുത്, കൊലമുണ്ടാക്കിയിട്ട് കത്തിക്കരുത്. കത്തിക്കലല്ല തെറ്റ്, ഉണ്ടാക്കലാ തെറ്റ്. കത്തിക്കലല്ല തെറ്റ്, കത്തിക്കലിനേക്കാളും വലിയ തെറ്റ് ഉണ്ടാക്കല. മനുഷ്യന്റെ രൂപം ഉണ്ടാക്കാൻ പാടില്ല. ജീവനുള്ളതിന്റെ രൂപം ഉണ്ടാക്കൽ ഹറാമാണ്, കടുത്ത ഹറാമാണ്. അത് ആരതാണെങ്കിലും ശരി, ആരതാണെങ്കിലും ശരി, കേട്ടില്ലേ? അത് ഏത് കക്ഷിയുടെ ആണെങ്കിലും ശരി. കോലുണ്ടാക്കിയിട്ട് കത്തിക്കുന്നില്ലേ ചില മനുഷ്യന്മാര്, രാഷ്ട്രീയക്കാരൊക്കെ? കടുത്ത ഹറാമാണ്. ജീവനുള്ള സാധനത്തിന്റെ കോലമുണ്ടാക്കൽ കടുത്ത ഹറാമാണ്. ലഅനല്ലാഹുൽ മുസവ്വിരീൻ, രൂപമുണ്ടാക്കുന്നവരെ അല്ലാഹു ലഅനത്ത് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. കത്തിക്കലല്ല തെറ്റ്, ഉണ്ടാക്കലാ തെറ്റ്. ഉണ്ടാക്കലാ തെറ്റ്, നശിപ്പിക്കലല്ല. മനസ്സിലായില്ലേ? അപ്പോ അത് നമ്മുടെ സംസ്കാരമല്ല, അത് നമ്മുടെ സംസ്കാരമല്ല. അതുപോലെ തന്നെ പരിഹസിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല. അക്രമം നടത്തുന്നത് നമ്മുടെ സംസ്കാരമല്ല. അനീതി നടത്തുന്നത് നമ്മുടെ സംസ്കാരമല്ല. ബാപ്പനെയും ഉമ്മനെയും ബാപ്പ ഉമ്മ എന്ന് വിളിക്കാതെ മമ്മി ഡാഡി, സുബ്ഹാനല്ലാഹ്, മമ്മി ഡാഡി. എന്നിട്ട് നമ്മളെ ഉപ്പ വിളിച്ച പോലെ ബാപ്പ വിളിച്ച പോലെ വിളിക്കൂല, ഉമ്മ വിളിച്ച പോലെ വിളിക്കൂല. എനിക്കൊരു പുതിയ വിളി. അങ്ങനെ ചിലർക്ക് എല്ലാം പുതിയതാകണമെന്നാ. അതുകൊണ്ടാ ബാപ്പ ഉമ്മ എന്നൊക്കെ തന്നെ വിളിച്ചാൽ മതി. ചിലർക്കൊരു തോന്നലാണ് ഇംഗ്ലീഷ് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ടൈ വേണോന്ന്. ഇവിടെ കഴുത്തിലൊരു ബാലില്ലെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്നൊരു തോന്നൽ. സംഗതി പറഞ്ഞാല് ഈ ഇംഗ്ലീഷുകാര് ബ്രിട്ടീഷുകാര് അവര് ഭയങ്കര തണുപ്പായിട്ട് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആദ്യം ഒരു സോക്സ് ധരിച്ച്, എന്നിട്ട് സോക്സ് ധരിച്ചിട്ട് പാന്റ് ധരിച്ച്, എന്നിട്ട് പിന്നെ ഒരു ഭയങ്കര ഷൂ ധരിച്ച്, എന്നിട്ട് പിന്നെ ബനിയനും അതിന്റെ കൂടെ കുപ്പായന്റെ അതിന്റെ ഉള്ളിലാക്കി, എന്നിട്ടോ സുബ്ഹാനല്ലാഹ് ഒരൊറ്റ കാറ്റ് ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ഭയങ്കര തണുപ്പുള്ള മേഖലയിൽ താമസിക്കല്ലേ, ജീവിക്കല്ലേ. എന്നിട്ട് ആ കാറ്റ് ഉള്ളൂടെ കൊണ്ടാച്ചിട്ട് ശരിക്കും കുടുങ്ങിക്കാൻ വേണ്ടി ഒരു ഭാരം വെച്ച് ഇതാട്ടാ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ചിലർക്കൊരു തോന്നലാണ് ഇതിങ്ങനെ ഉണ്ടെങ്കിലേ ഇംഗ്ലീഷ് പാടാവുള്ളൂ. ഇംഗ്ലീഷ് പാടാണെങ്കിൽ ഇപ്പൊ അവൻ ചെറിയ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും അതുപോലെ തന്നെ ഈ LKG UKG പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര ചൂടുള്ള സമയത്ത് കുപ്പായോ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവസാനം പിന്നെ ഇതിൻ്റെ ഉള്ളിട്ടൊരു കാറ്റ് കിടക്കുന്ന അവൻ കൂടിയൊക്കെ ബന്ധാക്കിയിട്ട് ഈ ചെറിയ മക്കളെ എന്തിനു ബുദ്ധിമുട്ടിക്കണം? ഇംഗ്ലീഷ് പഠിച്ചാൽ പോരെ, അതിന് ഇത് വേണമെന്നുണ്ടോ? ഇനി ഒരു കാലത്ത് അത് ഇടേണ്ടി വന്നാ അന്നേരം ഇട്ടോട്ടെ, ആവശ്യമുള്ള സമയത്ത് ഇട്ടോട്ടെ. ഇടുന്നതിൽ അതുകൊണ്ട് തൈധരിക്കൽ ഹറാമാന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന് അർത്ഥം. ഞാൻ ഹറാമും കറാത്തൊന്നല്ല, പക്ഷെ ചൂടെടുത്ത് ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നാ എന്റെ ചോദ്യം. അതിന്റെ ആവശ്യമില്ല. കുട്ടികൾ പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് പഠിക്കലിന് ടൈ ധരിക്കൽ ഷർത്തല്ല, നിബന്ധനയല്ല. അതേ സമയത്ത് നമ്മളെ കുട്ടികൾ നിസ്കരിക്കുമ്പോൾ തലമറക്കണം, അല്ലാത്ത സമയത്തും തലമറക്കാൻ വേണ്ടി കുട്ടികൾക്ക് പ്രചോദനം നൽകണം. അപ്പൊ നമ്മൾ ആ സംസ്കാരം പോയിക്കൂടാ. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ചില ചങ്ങാതികൾ മിമ്പർമ തന്നെ കയറുമ്പോ ഖുത്ബോദാമണി മിമ്പർമ കയറുമ്പോ വരെ തലമറക്കുന്നില്ല. വീണ്ടും ജോർജ് ബുഷിനെ പോലെ മെമ്പർമ കയറുന്നു, തെങ്ങുമ്പ് കയറാൻ പോലെ പോകുന്നു. തെങ്ങ് കയറുന്നവന് ഒരു തോർത്തെടുത്തുകാരെ കിട്ടും. അങ്ങനെ ആയിക്കൂടാ. മറിച്ച് തലമറക്കൽ സുന്നത്താണ്. ആ സുന്നത്തിനെ സംബന്ധിച്ച് ബോധമുള്ള സമൂഹമായിരിക്കണം. അതുപോലെ ഈ നിന്നിട്ട് തിന്നുന്ന ഒരു സംസ്കാരം, നിന്നിട്ട് തിന്നുന്ന ഒരു സംസ്കാരം, നിന്നിട്ട് കുടിക്കുന്ന ഒരു സംസ്കാരം, അത് വാസ്തവത്തിൽ ഈ പറഞ്ഞ സാമ്രാജ്യത്വ ശക്തികളിൽ വന്ന സംസ്കാരമാണ്. നിങ്ങൾ എന്ത് പേരിട്ടാലും ശരി, ഇരുന്ന് തിന്നുന്ന സംസ്കാരം, ഇരുന്ന് കുടിക്കുന്ന സംസ്കാരം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരം. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. ഒരാളെ കാണുമ്പോ അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ സമാധാനം നിനക്കുണ്ട്. എന്താണ് ഇസ്ലാമിന്റെ അഭിവാദ്യം? അസ്സലാമു അലൈക്കും, അല്ലാഹ് സമാധാനമുണ്ട്. സുബ്ഹാനല്ലാഹ്. നേരെ മറിച്ച് നമ്മളെ കുട്ടികൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് പഠിക്കണം, ഗുഡ് ഈവനിങ്, കാരണം അങ്ങനത്തെ പറയേണ്ടവരും ഉണ്ടാവുമല്ലോ, അവരോട് പറയാൻ വേണ്ടി പഠിക്കണം. പക്ഷേ കുട്ടികൾ എല്ലാരോടും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു ഇറങ്ങിയിട്ട് പിന്നെ പള്ളിയിലെ ഉസ്താദിനോ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞാൽ പറ്റൂല. പള്ളിയിലെ ഉസ്താദിനോട് അസ്സലാമു അലൈക്കും തന്നെ പറയണം, ഗുഡ് മോർണിംഗ് പറയണം. അങ്ങനത്തെ ഒരാൾ വന്നാല് നമ്മളെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനൊക്കെ വന്നാ ഗുഡ് മോർണിംഗ് സാർ പറയേണ്ടി വന്നാൽ അതും പറയണം, അതും പഠിക്കണം. പക്ഷെ അവിടെ നമ്മുടെ സംസ്കാരം സലാം പറയുന്ന സംസ്കാരം തന്നെ നിലനിൽക്കണം. അത് പോയിപ്പോയാൻ പറ്റൂല, അത് ഇതിന്റെ ഉള്ളിൽ ഒലിച്ചു പോയാൻ പറ്റൂല. അത് തന്നെ മികച്ചു നിൽക്കണം. അസ്സലാമു അലൈക്കും, അതന്നെ, അതെത്ര ഇതാണ്. അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ, എപ്പോഴും പറയാം നമുക്ക്. ഗുഡ് മോർണിംഗ് എന്നതിന്റെ നേരെ അർത്ഥം എന്താക്കിയില്ലേ? നല്ല രാവിലെ അല്ലേ, നല്ല രാവിലെ. ബാപ്പ മരിച്ചിട്ട് വളരെ ദുഃഖത്തോടെ
മകന്റെ അടുത്ത് നമ്മളെ എന്നിട്ട് ഗുഡ് മോർണിംഗ്, നല്ല രാവിലെ തന്നെ മൂപ്പർക്ക്. നേരെ മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോ, അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടായിട്ടേ വേണല്ലോ. മരിച്ച വീട്ടിലും വേണം സമാധാനം, ജനിച്ച വീട്ടിലും വേണം സമാധാനം. ബാപ്പ മരിച്ചാലും വേണം, കുട്ടി ജനിച്ചാലും വേണം സമാധാനം. എപ്പോഴും പറയാൻ പറ്റും നമ്മളെ അസ്സലാമു അലൈക്കും. നേരെ മറിച്ച് ഇതോ, ഇതിന്റെ അർത്ഥം നോക്കിയാൽ കാര്യം കുറച്ച് കുഴപ്പാ. അപ്പൊ പക്ഷെ അതും പഠിക്കണം നമ്മള്. ഗുഡ് മോർണിംഗ് പറയാൻ പഠിക്കണം, ഗുഡ് ഈവനിങ് പറയാൻ പഠിക്കണം, ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ പഠിക്കണം, ഗുഡ് നൈറ്റ് പറയാൻ പഠിക്കണം. പഠിക്കാതിരുന്നൂടാ, പഠിക്കലെല്ലാം പഠിക്കണം. പക്ഷേ ഉപയോഗപ്പെടുത്തുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ സംസ്കാരം മികച്ചു നിൽക്കണം, ഇസ്ലാമിന്റെ ആശയം മികച്ചു നിൽക്കണം. നമ്മൾ രാജ്യസ്നേഹികളാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ ജനഗണ ചൊല്ലണം, ജനഗണമന ചൊല്ലണം. അത് രാജ്യത്തിന്റെ ദേശീയ ഗാനം അവർ ചൊല്ലണം. പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. സ്വലാത്തും നമ്മുടെ മക്കള് ചൊല്ലണം. ഒരു സ്ഥലത്ത് ഒരു കാര്യം ആരംഭിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ നല്ലതാണ്. കുട്ടികൾ സൂറത്തുൽ ഫാത്തിഹ പഠിക്കണം. അതുപോലെ ഗുരുനാഥന്മാരെ ബഹുമാനിച്ച് പഠിക്കണം. ഇംഗ്ലീഷുകാരുടെ സംസ്കാരങ്ങൾ കാണുന്നില്ലേ? വലിയ വലിയ കോളേജിലൊക്കെ ചിലപ്പോ സമരം. എങ്ങനെയാ സമരം? പ്രിൻസിപ്പാളെ പിടിച്ചിട്ട് റൂമിലിട്ട് പൂട്ടുക. എന്നിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുക. ഇയാൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റിയിട്ട് നിവൃത്തിയില്ല. പ്രിൻസിപ്പൽ, കുട്ടികളെ ഒന്ന് തുറന്നേന്, ഞാനൊന്ന് പോയി മൂത്രമൊഴിക്കട്ടെ. കിടക്കടാ അവിടെ. ഇങ്ങനത്തെ ശിഷ്യന്മാരെ വളർത്തുന്ന ഇംഗ്ലീഷ് സംസ്കാരം നമുക്ക് പറ്റൂല. സ്കൂളിൽ സമരം. എങ്ങനെയാ സമരം? 5 ബെഞ്ച് വേണം. ഗവൺമെന്റ് സ്കൂൾ 5 ബെഞ്ചും 5 ഡെസ്കും വേണം ഒരു ക്ലാസ്സിൽ. 3 ഉള്ളൂ. സമരത്തിന്റെ ഉദ്ഘാടനം 2 അടിച്ചു പൊട്ടിച്ചിട്ട്, 2 ബെഞ്ച് അടിച്ചു പൊട്ടിച്ചിട്ട് സമരത്തിന്റെ ഉദ്ഘാടനം. ഈ സംസ്കാരം നമ്മുടെ സമുദായത്തിന് പറ്റൂല, നമുക്ക് പറ്റൂല. അതൊക്കെ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരം ഉയർന്ന സംസ്കാരമാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫത്തൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ. ഇസ്ലാമിൽ നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കണം. നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു യഹൂദി മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന സഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നതിനും മാംസം തിന്നുന്നതിനും വൈമനസ്യം പ്രകടിപ്പിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണ്. ഇസ്ലാമിലേക്ക് പരിപൂർണമായി കടക്കണം. ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ പ്രത്യേകം സുന്നത്തില്ല, വുജൂബില്ല. ഒട്ടകത്തിന്റെ മാംസം കഴിക്കൽ സുന്നത്തില്ല, വുജൂബില്ല. പക്ഷേ മറ്റൊരു മതത്തിന്റെ സംസ്കാരം എന്ന നിലക്ക് അത് ഈ മതത്തിൽ കടന്നു വന്നതിന് ശേഷം നിലനിർത്തിക്കൂടാ. അതുകൊണ്ടാണ് ആയത്തിറങ്ങിയത്. ഒട്ടകത്തിന്റെ പാല് കുടിക്കാതിരുന്നപ്പോ, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാതിരുന്നപ്പോ അല്ലാഹു ഖുർആനിലിറക്കാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി കടക്കണേ. ഭാഗികമായി കടന്നാ പോരാ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. കണ്ടോ? നമ്മളെ സംസ്കാരം നിലനിർത്തണം. അപ്പോ ഓണം വരുമ്പോ നമ്മളെ മുസ്ലിം കുട്ടികൾ ഓണപ്പട്ടനായിരുന്നു. ഈ വടകരയിൽ നിന്ന് തലശ്ശേരിക്ക് പോകുമ്പോ ഒരു സ്ഥലത്താണ് ഒരു മുജാഹിദ് പള്ളിയിൽ ഒരു സെൽഫി പള്ളി. കണ്ണൂക്കര. എന്തായിരുന്നു ആ പള്ളിയും അവിടെ മുജാഹിദ് വരാൻ കാരണം നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. ഒരു ചങ്ങാതി ഓണപ്പട്ടനായതാ. ഒരു ചങ്ങാതി ഓണപ്പട്ടനായി. അതിനെ സംബന്ധിച്ച് പോയിട്ട് അന്വേഷിച്ചു. ഈ ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഉസ്താദ് ബാബുത്തടുത്ത ഖബർ സന്തോഷത്തിലാകട്ടെ ചോദിച്ചപ്പോ മൂപ്പർ ചോദിച്ച് ആര് പറഞ്ഞ് പണിയെടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പോവാൻ. അപ്പൊ ആ വകയിൽ എന്ത് ചെയ്ത് ഒരു ചങ്ങായി, എന്നാ പിന്നെ സുന്നീലിയായില്ല, ഞാൻ മുജാഹിദാ കാണുന്നത്. അങ്ങനെ മുജാഹിദായി അല്ലേ? സംഭവം അങ്ങനല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ദീന് പഠിക്കാതിരുന്നാൽ വെറും ഇംഗ്ലീഷ് പഠിച്ചാൽ പോരാ. മുസ്ലിം ചെറുപ്പക്കാര് ഓണപ്പട്ടനായി മാറും. ഇവിടെ ഈ മേപ്പയ്യൂരില് സലഫി ഫെസ്റ്റ് നടത്തിയില്ലേ മുജാഹിദ്? ഇങ്ങനെ നടത്തിയത് ഒരു ചങ്ങാതി എന്തായത് പരശുരാമനായി. മൂസന്റെ മോന ഷിബിൻ മുജാഹിദിന്റെ സ്ഥാപനത്തിൽ എന്നിട്ട് നെറ്റീമ കുറിയും തൊട്ടിട്ട് മൂപ്പരെന്ത് ചെയ്തു? മൂപ്പര് പരശുരാമനായി. വേറൊരു ചങ്ങ ഓണപ്പട്ടനായി. മറ്റൊരുത്ത നാരായണ ഗുരുവായി. അങ്ങനെ ആകാൻ പറ്റൂ. നമ്മളെ സംസ്കാരം നിലനിർത്തണം. അതേ സമയത്ത് ഓണത്തിന് കൂടുകയും ഓണത്തിന്
മഹാബലിയായിട്ട് ഇങ്ങനെ ഓണപ്പട്ടനായിട്ട് പോവൊന്നും ചെയ്യുമ്പോ നമ്മളതിന് കൂക്കി വിളിക്കാൻ പാടില്ല, ആ പൂ പോയിട്ട് നമ്മൾ തട്ടിക്കളയാൻ പാടില്ല. ആ മതക്കാര് അവരുടെ ആശയവും അവരുടെ വിഷയവും നടത്തുമ്പോ അതിന് കുഴപ്പമുണ്ടാക്കാനൊന്നും പോകാനും പാടില്ല. അത് ഭീകരതയാണ്, വർഗീയതയാണ്. അതിന് നമ്മളെ സംസ്കാരം അനുസരിച്ച് ജീവിക്കണം. അതാ സൗഹാർദ്ദം. ചിലർക്കൊരു ധാരണയാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിക്കലർത്തലാണ്. അതാ മതസൗഹാർദ്ദം. ഇനി അങ്ങോട്ട് അമ്പലത്തിൽ പൂജ നടത്തുമ്പോ കുറച്ച് കൊലിയാന്മാരും കൂടി പോവാ, പള്ളി ഉദ്ഘാടനത്തിന് കരുണാകരനെ കൊണ്ട് ഹുത്തുബോധിക്കുക, ആന്റണിനെ മേമത്തിർത്തുക, വേണമെങ്കിൽ ഹുത്തുബക്ക് മുമ്പ് ബാങ്ക് നമ്മളെ മുഖ്യമന്ത്രിനെ കൊണ്ട് നടത്തിക്കുക. ഇതാ സൗഹാർദ്ദം. അങ്ങനെ ഒരു സൗഹാർദ്ദം. നമ്മളെ മതം അനുസരിച്ച് നമ്മൾ നടക്കുക, മറ്റുള്ള മതം അനുസരിച്ച് അവർ നടന്നുകൊള്ളട്ടെ. അതേസമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പത്തിനും പോരുത്, ആരും ചീത്ത പറയരുത്. അല്ലേ ഖുർആനല്ലേ പഠിപ്പിച്ചത്? മറ്റുള്ള മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ, അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയാൻ പോണ്ട. ഖുർആൻ പറയും, നിങ്ങൾ ശ്രീരാമനെ ചീത്ത പറയണ്ട, ശ്രീകൃഷ്ണനെ ചീത്ത പറയണ്ട, ശ്രീയ്യപ്പനെ ചീത്ത പറയണ്ട. നിങ്ങൾ അങ്ങനെ തോന്നിനും പോകണ്ട, ഒക്കെ നാട്ടു കുഴപ്പമുണ്ടാകല, അങ്ങനെ തോന്നിനും പോകണ്ട. അല്ലേ? എന്താണ് ഖുർആനിന്റെ സമീപനം? അപ്പോ നമ്മളെ സംസ്കാരം നമ്മൾ നടത്തണം. പിന്നെ അതാ വരുന്നുണ്ട് ഒരു ക്രിസ്തുമസ് വരും. ക്രിസ്തുമസ് വരുമ്പോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടീന്റെ പുരക്ക് സ്റ്റാർ തൂക്കിയിരിക്കുന്നു. അതെന്തേ? ആ പഠിക്കുന്നത് ക്രിസ്ത്യാനിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ. അപ്പൊ നോക്കുമ്പോ കുരിശിനെ ബഹുമാനിക്കുന്നു. ഈ കുട്ടി കുരിശിനെ ബഹുമാനിക്കുന്നു. നമ്മളെ മുസ്ലിം കുട്ടികളെ എന്താണ് പഠിക്കുന്നത്? ക്രിസ്ത്യാനിന്റെ സ്കൂളിലാണ്. ഒരു സ്റ്റാർ കൊണ്ടുവന്ന് തൂക്കുന്നു. നമ്മുടെ സംസ്കാരം നശിച്ചു പോകുന്നു. ഇനി നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഈ വടകരയിൽ സ്കൂൾ ആരംഭിക്കുന്നതിന്റെ നമ്മളെ തുടക്കം കുറിക്കുന്ന ദിവസം, അന്നോ തലേന്നോ എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ടെലിഫോൺ ചെയ്യുന്നത് ഏറാമരയിൽ നിന്ന് അബ്ദുറഹ്മാൻ ഹാജി അന്തൂർ ഹാജി വിളിക്കുന്നു. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ഈ എന്നെ ദുബായിൽ വെച്ചൊക്കെ ഒരുപാട് എന്നോട് സഹകരിച്ച് തന്ന ആളാണ്. അള്ളാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും നമുക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, എന്റെ ഒരു കുട്ടി ഇവിടെ അടുത്ത് വടകരയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ എത്തി. ആ കുട്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ ഉസ്താദേ, ദീനിയായിട്ടൊന്നും അറിഞ്ഞൂടാ, ഒരു വിവരവും അറിഞ്ഞൂടാ. ഞാൻ അവന്റെ ബുക്ക് എടുത്ത് നോക്കുമ്പോ ആ ബുക്കിലുള്ള നെഞ്ഞിൽ കൈവെക്കണോന്നാണ്. അത് കണ്ടപ്പോ എനിക്ക് ഇവിടെ അയക്കാൻ തോന്നില്ല എന്ന്. അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണുന്നില്ലേ? ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും, മക്കയിലും മദീനത്തുള്ള ഇമാമിങ്ങൾ വരെ ഓലെല്ലാം നെഞ്ഞിന്റെ ചോടെ പൊക്കളുടെ മേലെ കൈവച്ചിട്ട് എത്ര തോച്ചാൽ കോഴിക്കോട്ട് കൊണ്ടുവരാര് മുജാഹിദീങ്ങൾ ആരെ മക്കത്തെ ഇമാമെന്ന് പറയും. വന്ന് മൂപ്പര ഇമാമത്തേക്ക് മൂപ്പര് കൈ വെക്കുന്നതായേ. ബേക്കിൽ നിന്ന് കുറെ ആൾക്കാർ ഈ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ച പോലെ കടന ഡേഞ്ചർ എന്നുണ്ട് ഒരു കോലം. തുടരരുത് എന്ന നിലക്ക് ഒരു ചിഹ്നം. എന്നാൽ ഈ ചോട കൈവെക്കുന്ന ഇതിന് എതിരായിട്ട് നെഞ്ഞിൽ കൈവെക്കണോ എന്ന് പഠിപ്പിക്കുന്ന സ്കൂള് എന്ന് പറയും. അബ്ദുറഹ്മാൻ ഹാജി എന്നോട് പറയുന്നു, കുട്ടിക്ക് അഡ്മിഷൻ തരണം. ഞാൻ പറഞ്ഞു, വടകര തന്നെ തുടങ്ങുന്നത് ഞാൻ വടകരയുള്ളത് എന്ന് പറയും. ഇയാൾ വരും 4ാം ക്ലാസ്. അപ്പൊ ഞാൻ ഇവിടെ 3ാം ക്ലാസ് വരികയാണെങ്കിൽ തുടങ്ങുന്നത്, 4ആണെങ്കിൽ 4 ദാറുൽ ഹുദയെ ആശ്രയിക്കണം. അങ്ങനെ അയാൾ കുട്ടീനെ പറഞ്ഞയച്ചു, ദാറുൽ ഹുദയിൽ പറഞ്ഞയച്ചു. ദാറുൽ ഹുദയിൽ നിന്ന് എനിക്ക് അവിടുത്തെ സദർ ഉസ്താദ് എന്നെ വിളിക്കുന്നത്. നിങ്ങളെ നാട്ടുകാരനാണല്ലോ, അബ്ദുൽ ഖാദർ സാഹിബാണല്ലോ അവിടുത്തെ പ്രിൻസിപ്പാൾ. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് സേവനം ചെയ്യാൻ ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. നിങ്ങളെ നാട്ടുകാർ PV അബ്ദുൽ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിനും ധാരാളം സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അവരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നതും അവരുടെ സേവനമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെയൊക്കെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും. ഇനിയും നമുക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ നമ്മുടെ അഡ്വക്കേറ്റിന്റെയും സേവനം നമുക്ക് ആവശ്യമുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിനും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ നൽകുമാറാകട്ടെ. ഞങ്ങള് അവർക്കൊക്കെ ഭയങ്കര പൈസ കൊടുത്തിട്ട് അവരെങ്കിൽ വാങ്ങാന്നൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. വലിയ പൈസ ഒന്നും കൊടുക്കാനായിട്ടാവുകയില്ല. പിന്നെ അവർക്ക് എന്താ കിട്ടുക? അവര് ജീവിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകളുടെ ദുആ കിട്ടും. ഒരുപാട് ആലിമീങ്ങളുടെയും സയ്യിദന്മാരെയും ഒക്കെ സന്തോഷം കിട്ടും. എല്ലാവരും ജീവിക്കും. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. മരിക്കുന്ന സമയത്ത് 10,000-കണക്കിനും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാദാത്തുക്കളും ഒക്കെ മയ്യിത്ത് നിസ്കരിക്കാനുണ്ടാവും. അത് സമ്പാദിക്കാൻ വേറെ പണം കൊണ്ട് കഴിയൂല, വിദ്യാഭ്യാസം കൊണ്ട് കഴിയൂല, അധികാരം കൊണ്ട് കഴിയൂല. അത് സമ്പാദിക്കണമെങ്കിൽ സാലിഹീങ്ങളെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കണം. അവർക്ക് അതിന് കഴിയൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത്. അപ്പോ അവിടുന്ന് പ്രിൻസിപ്പാള് അബ്ദുൽ ഖാദർ സാഹിബ് കുട്ടീനെ പരിശോധിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സദർ ഉസ്താദ്
മദ്രസ കാര്യം പരിശോധിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് ടെലിഫോണിൽ. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞ കുട്ടി പരിശോധിച്ച് നോക്കുമ്പോൾ 1ാം ക്ലാസ് തന്നെ ചേർക്കാൻ പറ്റൂല. എന്താ കാരണം? അറബി അക്ഷരം കൂട്ടി വായിക്കാൻ വരെ അറിയില്ല. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, ഏതായിരുന്നാലും അബ്ദുറഹ്മാൻ ഹാജിന്റെ മകന്റെ കുട്ടിയോ മകളെ കുട്ടിയോ മറ്റുമാണ്. അദ്ദേഹത്തിന്റെ കുട്ടീനെ ഏതായാലും എടുക്കണം. അതിന് നിങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുക്കണം. ഈ വെക്കേഷൻ സമയത്ത് മുസ്ലിംമാരെ നിർത്തി സ്പെഷ്യൽ ക്ലാസ് കൊടുത്തിട്ട് ആ കുട്ടിയെ 4ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റുന്ന രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടി പറയണം എന്ന് ഞാൻ നിർദ്ദേശിച്ചു. കാരണം ആ കുട്ടി അല്ലെങ്കിൽ ഇള്ളയിൽ പോയി പോവും, ഇള്ളയിൽ മോശമായി പോവും. ആ കുട്ടിക്ക് തീരെ കിട്ടൂല. ഇത് വലിയ വേദനയുള്ള സംഗതിയാണ് മുസ്ലിമീങ്ങളെ. സഹോദരന്മാർ, നിങ്ങൾ വിചാരിക്കണ്ട ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് കുറെ സമ്പാദിക്കാനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നമുക്കൊന്നും വരാനൊന്നുമില്ല. അള്ളയാണ് കൊടുക്കുകയും തടയും ചെയ്യുന്നവർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇതുകൊണ്ടൊരു 5 പൈസയും സമ്പാദിക്കൽ ലക്ഷ്യമല്ല, സമ്പാദിച്ചിട്ടുമില്ല, സമ്പാദിക്കുകയില്ല. ഇതിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പെട്ടുപോകാതെ അങ്ങോട്ട് കഴിയുന്നതും ചെലവഴിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ടി ടി ഉസ്താദ് പറഞ്ഞു, ടി ടി ഉസ്താദിന്റെ കുട്ടീനെ ചേർത്തു. കൃത്യമായിട്ട് എല്ലാവരും കൊടുക്കും പോലെ ഫീസും മറ്റൊക്കെ. ടി ടി ഉസ്താദ് തന്നെ റാജുലുദന്റെ തുടക്കത്തിലുള്ള ഇന്നും സെക്രട്ടറിയാണ്. നിങ്ങൾ മഹമൂദ് സാഹിബ് അയാളും 2 സെക്രട്ടറിമാരാ. അദ്ദേഹത്തിന്റെ കുട്ടീനോടും ഫീസ് വാങ്ങുന്നത്. എന്റെ കുട്ടീനെ ചേർത്ത് ഞാനും അടക്കുന്ന ഫീസ്. നിങ്ങൾ അബ്ദുൽ ഖാദർ സാഹിബിനോട് ചോദിച്ചു നോക്ക്, എന്റെ കുട്ടിക്കും അടക്കുന്ന ഫീസ്. അങ്ങനെയല്ലാതെ ഇതിൽ ആർക്കും ഒരു കാര്യമില്ല, അതിനുവേണ്ടി നടത്തുന്നതുമല്ല. ഇവിടെ വടകരയിൽ ഞാൻ പറയുന്നത് വേറെ ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളൊക്കെ ഇവിടെ നിലനിൽക്കണം. അതിന്റെയൊക്കെ പുരോഗതിക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. ആ സ്കൂളുകളിൽ കുട്ടികളയക്കുന്നവരൊക്കെ കുട്ടികളയക്കണം. അതിന് എതിരായിട്ടോ അതിനെ തകർക്കാനൊന്നല്ല നമ്മുടെ സ്കൂൾ. നമുക്കങ്ങനെ യാതൊരു ആവശ്യമില്ല. മറ്റൊന്നിനെ തകർക്കേണ്ടതില്ല, വേറൊന്നിനെ എതിർക്കേണ്ടതില്ല. നമ്മളെ വിഷയം CBSE സിലബസ് പ്രകാരം നമ്മളെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഖുർആൻ അറിയാതെയായി പോകരുത്, നിസ്കാരം അറിയാതെയായി പോകരുത്, ബാപ്പന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാതെയായി പോകരുത്, ആ കുട്ടിക്ക് സലാം ചെല്ലാൻ കഴിയാതെയായി പോകരുത്, ആ കുട്ടികൾ ബാപ്പ മരിച്ചാൽ ഖബറും പുറത്തു പോകാത്ത മക്കളായി പോകരുത്, ബാപ്പ മരിച്ചാൽ ബാപ്പയ്ക്ക് യാസീൻ ഓതാത്ത മക്കളായി പോകരുത്, ആ കുട്ടികൾ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരമില്ലാത്ത മക്കളായി പോകരുത്. അതിനുവേണ്ടിയുള്ള ഒരു സേവനമാണ് നമ്മുടെ സ്കൂൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു യതീംഖാന സ്ഥാപിച്ച് ബാപ്പയില്ലാത്ത മക്കളെ പോറ്റി വളർത്തുന്നതിനേക്കാൾ ഇന്ന് പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുക ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ഇൽമും പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ച് നടത്തുന്നതിനാണോ എന്ന് വരെ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് യതീംഖാനക്ക് ബഹുമാനില്ല എന്നല്ലോ. യതീംഖാന ദുനിയാവിൽ ഒട്ടാകുണ്ട്. യതീംഖാന കൂടിയിട്ട് ബാപ്പ മരിച്ച മക്കളെ കിട്ടാഞ്ഞിട്ട് ബാപ്പ മരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കുത്തിരിക്കുകയാണ് പല മാനേജ്മെന്റുകളും. കാരണം ബാപ്പ മരിച്ചിട്ടല്ലേ യതീംഖാനന്റെ വർധനവുണ്ട്. ബാപ്പ മരിച്ചിട്ടുന്നില്ല, ബാപ്പ മരിക്കാണ്ടില്ല യതീംകുട്ടിയുടെ. യതീംകുട്ടി വെച്ചാൽ ബാപ്പ മരിക്കണ്ടേ? ഇന്നാളൊരു ദിവസം നോക്കുമ്പോൾ ഒരു യതീംഖാനയിലെ കുട്ടീനെ കാണാഞ്ഞിട്ട് പരസ്യത്തിൽ പറയുന്നത് ബാപ്പയും ഉമ്മയും വിദേശത്താകുന്നു. യതീംകുട്ടീനെ കാണുന്നില്ല, ബാപ്പയും ഉമ്മയും വിദേശത്താവുന്നു. വിദേശത്ത് പോയാൽ കുട്ടി യതീമാവോ? ബാപ്പ മരിക്കണ്ടേ? പ്രായം തികയാത്ത കുട്ടി എന്നാലേ യതീമാവുള്ളൂ. യതീമിന്റെ പേരിൽ പിരിവെടുത്തിട്ട് യതീമല്ലാത്ത മക്കളെ കൊണ്ട് തിന്നിച്ചിട്ട് അവർ ആഹാരം നഷ്ടപ്പെടുത്തുകയാണ് പല യതീംഖാനയിൽ. അതുകൊണ്ട് എല്ലാ യതീംഖാനയും അങ്ങനെയാണെന്നല്ലോ, എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞത് യതീംഖാനകൾ ഇന്ന് ലോകത്ത് ധാരാളം. നേരെ മറിച്ച് ഒരു CBSE സിലബസ് പ്രകാരം, കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു എന്ന് പറഞ്ഞൊന്നും കാര്യമാവില്ല. CBSE സിലബസിനുള്ള അംഗീകാരം വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്നത് പോലെ വേറെ ഒരു സിലബസിനും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം CBSE സിലബസ് തന്നെ പഠിക്കണമെന്ന് വാശി പിടിക്കുന്നത് അതിനെപ്പറ്റി ബോധമുള്ള ആൾക്കാർ. അപ്പൊ CBSE സിലബസ് തന്നെ പഠിക്കണം എന്ന് വാശിയുള്ളവർ എന്ത് ചെയ്യും? അവർ കാണുന്ന CBSE സിലബസ് ഉള്ള സ്ഥലത്തേക്ക് പറഞ്ഞേക്കും. കുട്ടികൾ ഉഷാറാണോ എന്ന് ചോദിച്ച് പറഞ്ഞേക്കുമ്പോഴേക്ക് നടക്കുന്നതോ ഇപ്പുറം തീരങ്ങ് ചോർന്നുവാണ്. അപ്പൊ അത് വലിയ സങ്കടമാണ്. നമ്മുടെ സമുദായത്തിലുള്ള കുട്ടികൾ ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ആചാരവും ഇല്ലാതെ നഷ്ടപ്പെട്ടു എന്നത് വലിയ സങ്കടമാണ്. ആ കാരണം കൊണ്ട് നമ്മുടെ സമുദായം അങ്ങനെ അധപ്പതിച്ചുകൂടാ. നമ്മുടെ സമുദായം ഇസ്ലാമിന്റെ തത്വങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ ഭാഷയും പഠിച്ച് എല്ലാറ്റിന്റെയും മേലെ നമ്മളായിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്കാർക്ക് ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടായില്ല. സിറാജുലുദ്ദീന്റെ കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഞങ്ങൾ വിചാരിക്കുന്നത് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്താൻ തന്നെ നല്ല രസമുള്ള പാൽപ്പായസാന്ന വിചാരം. സുബ്ഹാനല്ലാഹ്, അത് സ്കൂൾ നടത്തിയവരോട് ചോദിച്ചു നോക്ക്, സ്കൂൾ നടത്തുന്നവരോട് ചോദിച്ചു നോക്ക്, ഒരു സ്കൂൾ നടത്താത്ത പ്രയാസമുണ്ട്. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഇപ്പൊ സിറാജുലുദ്ദീന്റെ കീഴിൽ നടത്തുന്നത്. അത് മാത്രമാണ് നടത്തുന്നത്. ഉറുദു കോളേജ് നടക്കുന്നുണ്ട്, ശരീഅത്ത് കോളേജ് നടക്കുന്നുണ്ട്, ഖുർആൻ പാടാക്കുന്ന കോളേജ് നടക്കുന്നുണ്ട്. ഉറുദു കോളേജിൽ ഹരിയാനയിലും UP-യിലൊക്കെ ഉള്ള ചെറിയ മക്കൾ വന്നിട്ട് പഠിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലെ കുട്ടികൾ വന്ന് നമ്മളെ ഈ സ്ഥാപനത്തിൽ ചേരുകയാണ്. തമിഴ്നാട്ടിലെ 10 രൂപ കുട്ടികൾ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്? നിങ്ങളെ രാത്രി ആയതുകൊണ്ട് വളരെ ക്ഷീണിച്ച് പുര പോയി കിടന്നിട്ട് സുബീന്റെ മുമ്പ് ഇടിച്ചിട്ട് സുബഹിസ്കരിച്ച് ഉടനെ ഞാൻ സിറാജുലേക്ക് കുച്ചതായിരുന്നു രാവിലെ. അതിന് ആ കുട്ടികൾ വരുന്നതിന് മുമ്പ് അവിടെയുള്ള കുട്ടികളോട് ഉപദേശിക്കാൻ.
കാരണം ആ കുട്ടികൾ വന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടി വെറുതെ തമാശക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെ വിളിക്കുന്ന ഒരു ഭാഷയുണ്ട് നമ്മളെ നാട്ടിൽ. അങ്ങനത്തെ ഒരു വാചകമെങ്ങാനും ഒരു കുട്ടീനെ വിളിച്ചിട്ട് ആ കുട്ടീന്റെ മനസ്സിന്റെ വേദന തീരൂല. അവരെ വാപ്പയും ഉമ്മയൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ആ കുട്ടീന്റെ മനസ്സിലെ വേദന തീരൂല. അവിടെ നമ്മളെ ദൃശ്യ കുട്ടികളോട് ചോദിച്ചു നോക്ക്, ഇന്ന് രാവിലെ സുബഹിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യ ചായ എടുക്കട്ടെ, ഇപ്പൊ ചായ എടുക്കണ്ട, ഞാൻ അവിടെ എത്തിയിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറ്റിയാടി പോയിട്ട് അവിടെ ഇറങ്ങി ഉടനെ എന്റെ ഡ്രൈവർ അത് ബാക്കിൽ ഇരിക്കുന്നു, അയാളോട് ചോദിച്ചു നോക്ക്. അയാളോട് ഞാൻ പറഞ്ഞു പോയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായ കൊണ്ട് തരാൻ പറയാതുകൊണ്ട് നേരെ ഞാൻ പള്ളിയിൽ കയറി കുട്ടികളെ ഇരുത്തിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം കുട്ടികളെ ഉപദേശിച്ചതിന്റെ ആകത്തുക എന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ നിങ്ങൾ വേറൊരു ഭാഷയിലൊന്നും വിളിച്ചു പോകരുത്. അതിന് കുറെ ആയത്ത് വരിയും ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ പറയാൻ നേരില്ല. എന്നിട്ട് കുട്ടികളിൽ ബോധിപ്പിച്ചു. അപ്പൊ ഇത് ചെറിയ അധ്വാനല്ല, ചെറിയ വിഷയമല്ല. ഒരുപാട് സമയങ്ങൾ ഇതിനോട് ചെലവഴിക്കണം, ഒരുപാട് ഉറക്കൊഴിക്കണം. പക്ഷേ ഇതിന്റെ പ്രതിഫലം ലോകത്ത് ആരോടും ചോദിക്കുന്നില്ല, ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കപ്പെടേണ്ട ആരും ഇവിടെ ഇല്ല. കൊടുക്കാൻ കഴിയുന്ന രാജാവ് അല്ലാഹുവാ. ദുനിയാവ് കൊടുക്കുന്നവനും ആഖിറം കൊടുക്കുന്നവനും അല്ലാഹുവാ. ആ റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്. ദുനിയാവിലും ആഖിറത്തിലും അവനിൽ നിന്ന് കിട്ടണം. ഹക്കീം ഉസ്താദ് പോയി നമ്മളെ വണ്ടിയിലുണ്ട് സിറാജുൽ അത്ഭുതങ്ങളും അനുഭവങ്ങളും എന്ന പുസ്തകം. എടുത്തിട്ടൊന്ന് സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്താളാ. എല്ലാവരും ഒന്ന് വായിച്ച് പഠിക്കട്ടെ സിറാജുൽ സംബന്ധിച്ച്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും കൊടുത്താളാ. ഓരോ പുസ്തകം എല്ലാവർക്കും കൊടുത്താളാ. എല്ലാവരും ഒന്ന് പഠിക്കണം സിറാജുൽ സേവനങ്ങൾ എന്താ, സിറാജുൽ അത്ഭുതങ്ങൾ എന്താ. അത് വെറും അതാ അബ്ദുറഹ്മാനാജിക്ക് അറിയാം. അബ്ദുറഹ്മാനാജി ഞങ്ങളൊരു 19 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് പള്ളിയോ ഉണ്ടാക്കണ്ടേ മദ്രസ ഉണ്ടാക്കണ്ടേ എന്താ ഉണ്ടാക്കേണ്ടത് തിരിയുന്നില്ല. ഒരു എൽ ഷേപ്പിലുള്ള ഒരു സ്ഥലം അബ്ദുറഹ്മാനാജിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കി തരണോ. മൂപ്പർ പ്ലാൻ ഉണ്ടാക്കി തന്നെ അന്നത്തെ കാലത്ത് 25 ലക്ഷം 30 ലക്ഷം റുപ്യന്റെ ഒരു പ്ലാനിങ്. പക്ഷേ ഇത് 3 നിലക്ക് മൂപ്പർ എഴുതിയ പ്ലാനാണ്. ഞാനന്ന് പ്ലാനൊക്കെ നോക്കി പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം കണ്ടത് ഏകദേശം ഒരു 5-8 ലക്ഷം റുപ്യന്റെ മേലെ ഒരു ഫ്ലോറിന് എഴുതിയ പൈസയാണ് ഞാൻ കണ്ട്. ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ 5-8 ലക്ഷം റുപ്യ മതി എന്നാണ്. പിന്നെ അത് കൊണ്ടുപോയി വായിച്ചു നോക്കിയപ്പോൾ സെലാലെത്തിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് മൂപ്പർ 25 ലക്ഷത്തിന്റെ പ്ലാൻ ആയത്. എനിക്കൊരു വെറുപ്പ് പിടിച്ചിരിക്കുന്ന എഞ്ചിനീയറോട്. കാരണം ഇതൊക്കെ ആരെ കൊണ്ട് കഴിയൂന്ന് 25 ലക്ഷത്തിനൊക്കെ ഉണ്ടാക്കാന് എന്ന് പേടിച്ചിരുന്നു. പക്ഷേ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പോ 25 കോടി റുപ്പികയുടെ മേലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചെലവഴിച്ചു. അത് അള്ളാഹു തആല തന്നതാണ്, റബ്ബിന്റെ ഖജനാവിൽ നിന്ന് തന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. അവൻ ആർക്കും കൊടുക്കാൻ അധികാരമുള്ളവനാണ്. ഭയങ്കര അത്ഭുതം അല്ലാഹു തന്നു. ശൗക്കത്തിനോട് ചോദിച്ചു നോക്ക്, അത്ഭുതം അറിയണമെങ്കിൽ നിങ്ങൾ നാട്ടുകാരനല്ലേ. അത്ഭുതങ്ങൾ എത്ര ആളുകളുണ്ട്, എത്ര അത്ഭുതങ്ങൾ അനുഭവിച്ചവരുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു വലിയ അത്ഭുതം തന്നു. ഇഖ്ലാസോടെ നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ്. ഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും, എന്റെ കരാറ് നിങ്ങൾ പാലിച്ചോ, എന്നോട് നിങ്ങൾ നടത്തിയ കരാറ് നിങ്ങൾ പാലിച്ചോ. ഊഫി ബിഅഹ്ദികും, നിങ്ങളോട് ഞാൻ നടത്തിയ കരാറ് ഞാനും പാലിക്കുമെന്ന് അല്ലാഹു പറയാണ്. എന്താണ് അല്ലാഹുവിന്റെ കരാറ്? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ സഹായിക്കുക എന്നത് നമ്മളെ മേലെ കടപ്പാടാണ് നബിയേ. ഈമാനും തഖ്വയോടും കൂടി ഒരാൾ ദീനീ പ്രവർത്തനം നടത്തിയാൽ അല്ലാഹു സഹായിക്കാതിരിക്കൂല. അതാണ് വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മൾ ഏറ്റെടുത്ത കാര്യമാണെന്ന് അല്ലാഹു പറയുന്നു. ആ റബ്ബ് തന്നെയാ പറയുന്നു, ഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും, എന്നോടുള്ള കരാറ് നിങ്ങൾ പാലിച്ചോ, നിങ്ങളോടുള്ള കരാറ് ഞാൻ പാലിക്കും. അപ്പൊ ഈമാനോടെ തഖ്വയോടെ നമ്മൾ ദീനിന്റെ പ്രവർത്തനം നടത്തിയാൽ, നമ്മൾ കാര്യലാഭം ഉദ്ദേശിക്കാതെ സമുദായത്തിന് സേവനം ചെയ്യാൻ വേണ്ടി, രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ വേണ്ടി, രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി. ഇവിടെ ഭീകരവാദികൾ വളർന്നാ പറ്റൂല, ഇവിടെ വർഗീയവാദികൾ വളർന്നാ പറ്റില്ല, ഇവിടെ ഈ രാഷ്ട്രത്തിന്റെ എതിരാളികൾ വളർന്നാ പറ്റൂല. രാജ്യസ്നേഹികളായ, വർഗീയവാദമില്ലാത്ത, ഭീകരവാദമില്ലാത്ത, തീവ്രവാദമില്ലാത്ത, സാംസ്കാരികമായ ഉന്നതിയിലെത്തിയ, നല്ല ധാർമ്മിക ബോധമുള്ള, മതബോധമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഉന്നതന്മാര് വളരണം. അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിൽ ദേവാ കോളേജ് ഉണ്ട്. ഒരു PG എടുത്ത പണ്ഡിതനെ വാർത്തെടുക്കാനുള്ളതാണത്. ഇപ്പോൾ BA പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ എന്നോട് സംബന്ധം ചോദിച്ചിട്ട് അവർ പോയി. കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്.
അല്ലാഹു തആല നല്ല വിജയം നൽകട്ടെ. എന്നാൽ ഇപ്പൊ +2 പരീക്ഷ കഴിഞ്ഞു. വേറൊരു ബാച്ചിന് 100% വിജയിച്ചു. സിറാജുൽ ഹുദ ദേവ കോളേജിലെ മക്കള് 100% വിജയിച്ചു. അധികം ആളുകളും ഫസ്റ്റ് ക്ലാസ് ആണ്. സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. ചെറിയ ഒരു വീട്ടിന്റെ മുറ്റത്ത് ഓലപ്പന്തല് കെട്ടിയിട്ടാ നാദാപുരത്ത് ആദ്യം തുടങ്ങിയത് ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അൽഹംദുലില്ലാഹ് ഇന്ന് 2000-ലധികം കുട്ടികളാണ് പഠിക്കുന്നത്. ഈ വർഷം മാത്രം നിങ്ങളുടെ നാട്ടുകാരനല്ലേ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ സാഹിബ് ചോദിച്ചു നോക്കൂ, 300ഓളം പുതിയ അഡ്മിഷൻ വന്നു കഴിഞ്ഞു. 300ഓളം പുതിയ അഡ്മിഷൻ വന്നു കഴിഞ്ഞു ഈ വർഷം മാത്രം നാദാപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. എന്താ കാരണം? കഴിഞ്ഞ കൊല്ലം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരീക്ഷ SSLC പരീക്ഷ എഴുതി 64% ഡിസ്റ്റിങ്ഷനാണ്, 36% ഫസ്റ്റ് ക്ലാസ് ആണ്, 100% വിജയമാണ്. അതിന്റെ മുമ്പത്തെ കൊല്ലം പകുതി ഡിസ്റ്റിങ്ഷനും പകുതി ഫസ്റ്റ് ക്ലാസുമാണ്. ഇങ്ങനെ നമ്മുടെ സ്ഥാപനം അല്ലാഹു തആല നമ്മളെ സഹായിക്കുകയാണ്. നമ്മളെ കഴിവല്ല, പവറല്ല. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു ദിവസമുണ്ട്. കഴിഞ്ഞ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ SSLC കുട്ടികളുടെ റിസൾട്ട് വന്നപ്പോ അബ്ദുൽ ഖാദർ സാഹിബ് എന്നെ വിളിച്ചു, ഉസ്താദേ അല്ലാഹു തആല നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നല്ല വിജയം കിട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാന്റെ സഹായം ഉസ്താദേ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് ആ വിശ്വാസം ഉണ്ടല്ലോ. നേരെ മറിച്ച് എന്റെ പവറാന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ അധ്വാനിച്ചിട്ട് അത് പറഞ്ഞില്ല, അള്ളാഹ് സഹായിച്ചു എന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ സഹോദരന്മാരെ ഈമാൻ. അതുകൊണ്ട് പറയട്ടെ, നമ്മൾ ഒരിക്കലും തന്നെ തെറ്റിപ്പോകണ്ട. റബ്ബിന്റെ മേൽ തവക്കുലാക്കി കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇത് ഇഖ്ലാസോടെ ചെയ്യുന്നൊരു പണിയാണ്. അതിന് അല്ലാണ്ട് വേറെ സഹായിക്കുന്നവരൊന്നുമില്ല. അള്ളന്നെ സഹായിക്കും. അള്ളാന്റെ മേൽ തവക്കുലാക്കിയിട്ട് എടുക്കുന്നൊരു പണിയാണ്. പടച്ചവന്റെ വേണ്ടി ചെയ്യുന്ന പണിയാണ്. അതിൽ നിങ്ങളൊക്കെ എപ്പോഴും സഹകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അള്ളാഹുവാണ് ഒക്കെ നടത്തുന്നത്, എല്ലാം നടത്തുന്നത് അള്ളാഹുവാണ്. നമ്മളെ കൊണ്ട് ഒരു കുട്ടീനെ വിജയിപ്പിക്കാനും കഴിയൂല, പരാജയപ്പെടുത്താനും കഴിയില്ല, പുരോഗമിപ്പിക്കാനും കഴിയില്ല, ബുദ്ധി കൊടുക്കാനും കഴിയില്ല, അറിവ് കൊടുക്കാനും കഴിയില്ല. നമ്മളോട് അള്ളാഹ് കൽപ്പിച്ച് അധ്വാനിക്കാനാണ്. ആ അധ്വാനം നമ്മൾ അധ്വാനിക്കും. റബ്ബ് കൊടുക്കണം, റബ്ബിനോട് ദ്വാരക്കും. ഇത്രയേ നമുക്ക് കഴിയൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സംസ്കാരവും നമ്മുടെ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ, നമ്മുടെ ആശയം നഷ്ടപ്പെടാതെ നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് പഠിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഈ ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വടകരയിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞു. പഠനം തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇവിടെ അഡ്മിഷന് വേണ്ടി വന്ന അഡ്മിഷൻ കുട്ടികളെ ചേർത്ത് കഴിഞ്ഞു, ഇപ്പോഴും ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇനിയും പേര് തന്നവരുണ്ട്, ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇത് നമ്മുടെ സമൂഹത്തിനുള്ളതാണ്. ഇതൊരു വ്യക്തിക്കും ഇതിൽ ഒരു കാര്യവും ലഭിക്കാനില്ല. സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത്, അത് ഫോറിൻ കൺട്രിബ്യൂഷൻ ആക്ട് പ്രകാരം വേറെ ആഭ്യന്തര വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത്, ഇപ്പുറത്തെ ഇൻകം ടാക്സിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്ത്, എന്നിട്ട് ATG വാങ്ങി എല്ലാ പെർമിഷനും, എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ പെർമിഷനും വാങ്ങിയിട്ട് നടത്തുന്ന നമ്മുടെ സ്കൂളിന്റെ വരവ് ചെലവ് കണക്ക് കൃത്യമായി ഒരു ഭാഗത്ത് കോഴിക്കോട്ടും, ഒരു ഭാഗത്ത് തിരുവനന്തപുരത്തും, ഒരു ഭാഗത്ത് ഡൽഹിയിലും അയച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. എല്ലാം തുറന്ന പുസ്തകമാണ്. ആദ്യം നമ്മളെ ഭരണഘടനയിൽ എഴുതി വെച്ചു, ഈ സൊസൈറ്റി മുഖേന ഉള്ള ഒരു വസ്തുവിനോ, ഒരു വരുമാനത്തിനോ, ഒരു വിഷയത്തിനോ ഒരു വ്യക്തിക്കും ഇതിന് അധികാരമോ അവകാശമോ ഉണ്ടാവില്ല. ഇത് ഈ സൊസൈറ്റിക്ക് കീഴിൽ ഈ ഭരണഘടനയിൽ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അഥവാ ഈ സൊസൈറ്റി ഒരു കാലത്ത് പിരിച്ചുവിടേണ്ടി വന്നാൽ ഇത് ഇതേ ആശയത്തിൽ നീങ്ങുന്ന മറ്റൊരു സൊസൈറ്റിക്ക് കൈമാറേണ്ടതാണ്. ഒരു വ്യക്തിക്കും ഒരവകാശവും ഉണ്ടാവില്ല എന്ന് വ്യക്തമായി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടെടുക്കുന്ന പണിയാണ്. ആർക്കും ഒരു നയാകാശിന്റെ കാര്യമില്ല. നമ്മുടെ സമുദായത്തിന് സേവനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെ നടക്കുക. അതിങ്ങനെ നടന്നു പോകും. അപ്പോ ചിലർക്ക് തോന്നും അങ്ങനെ പേരോട് ഇന്നാള് വന്നത് ഒരു എന്താ ഇന്നോവ കാറില, ഇന്ന് വന്നത് ഒരു ടൊയോട്ട പോലീസിലാണ്. ഇതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് വീട് ഉണ്ടാക്കിയിട്ട് കിട്ടുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ, നിങ്ങൾ വന്ന് ചോദിച്ചു, ആളാൻ കാണിച്ചു, എന്റെ വണ്ടി 2-3 ലക്ഷം കിലോമീറ്ററോളം ഓടിപ്പോയി, ഈ ടൊയോട്ട വണ്ടി. അതുകൊണ്ട് ഇപ്പം അതിൽ പോകാൻ ധൈര്യം പോരാ. ഇപ്പൊ പിന്നെ ദൂരമൊന്നും പരിപാടി ഏൽക്കാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇന്നാളൊക്കെ ഞാൻ വന്നതോ അത് ബേളക്കോട്ടൂർക്കാരൻ കാസിമാജിന്റെ വണ്ടിയാണ്. അയാള് SYSന്റെ സമ്മേളനമൊക്കെ കഴിയുന്നവരെ വണ്ടികൾ എടുത്തോളി 2-3 മാസത്തേക്ക് അയാൾ തന്നെയാണ്. അയാൾ അതിന് വാടകയൊന്നും വാങ്ങൂല, ഇഞ്ചീഷ് വാങ്ങാണ്ട് തന്നെയാണ്.
മെഞ്ഞാന്ന് എന്നോട് ഒരാൾ വിളിക്കുന്നു ദുബായ്. അയാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഇന്നോവ കാറിനുള്ള പൈസ ഞാൻ തരാൻ തരും. അപ്പൊ ഒരു ഇന്നോവ കാർ എടുക്കാനുള്ള പൈസ അവിടുന്ന് ഒരാൾ കൊടുത്തിരിക്കുന്നു. അല്ല കൊടുക്കുന്നതാണിത്, അല്ല കൊടുക്കാണ്. അപ്പൊ ചിലർക്ക് തോന്നി ഒക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൊണ്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെ തോന്നണ്ടെന്നായി പറഞ്ഞു. അതിനൊക്കെ അഡ്രസ്സ് പറയാനുണ്ട്, ഓരോന്നിനും അഡ്രസ്സ് പറയാനുണ്ട്. സിറാജുള്ളക്ക് ഞാൻ ദർശനത്തുന്നുണ്ട്. ഇന്ന് രാവിലെ പോയിട്ട് 3 ക്ലാസ് ജലാലൈനിയും ഫത്തുൽ മീനും മിഷ്കാത്തും ഞാൻ ഇന്ന് രാവിലെ ഓതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ 19 കൊല്ലത്തോളായി സിറാജുൽ പ്രവർത്തിക്കുന്നു ദർശനത്ത്. ഇന്ന് വരെ ഒരു നയാകാശി ഞാൻ ശമ്പളം വാങ്ങിയില്ല, ഒരു നയാകാശി ആ വകയിൽ വാങ്ങിയിട്ടില്ല. DTP ഫൈസി കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ്, മഹമ്മൂദ് സാഹിബിന് വേണേ പോയി കണക്ക് നോക്കാം. വാങ്ങിയിട്ടില്ല. അള്ളാഹു തആല എന്നെ അന്തസ്സോടെ ജീവിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അവന്റെ ഖജനാവ് വിശാലമാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്റെ കുട്ടികളുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ധൈര്യം വരാൻ വേണ്ടി. ആ ശമ്പളമൊന്നും നോക്കണ്ട, ശമ്പളമൊന്നും നോക്കണ്ട. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. സംശയം വേണ്ട, സംശയം വേണ്ട. ഏത് വിഷയത്തിലും റബ്ബ് കൊടുക്കും. ഞാൻ ശ്വാസം മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. ഇപ്പോഴും ശ്വാസം മുട്ടുന്നുണ്ട്. ശ്വാസം മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. മുന്നിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് മുജാഹിദിനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തി. ശ്വാസം മുട്ടിക്കോണ്ട് പോയി നടത്തി പിറ്റേത് വന്ന് കുറ്റിയാടി വന്ന് ആര് ഡോക്ടറെ കാണിച്ചു. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അലർജിന്റെ സൂക്കേടാണ്, പൊടിപടലം തീരെ പറ്റൂല, അതുകൊണ്ട് ഗ്ലാസ് കയറ്റിയിട്ട് യാത്ര ചെയ്യണം. എന്റെ അടുത്ത് അന്നുള്ളത് ഒരു അംബാസഡർ കാറാണ്. ഞാൻ അംബാസഡർ കാർ ഗ്ലാസ് കയറ്റിയിട്ട് യാത്ര ചെയ്ത് അങ്ങത്ത് മുടക്കി ചൂടായിട്ട് മരിച്ചു. അത് ശരിയാവൂല. ഇയാളെന്നോട് പറഞ്ഞു, അതിന് AC ഉള്ള വണ്ടി എടുക്കണം. ഞാൻ ഇത് തന്നെ കടന്നു തീർന്നിട്ടില്ല, എൻ്റെ അല്ലേ വേറൊരു AC ഉള്ള എടുക്കൽ. സുബ്ഹാനല്ലാഹ്. അയാൾ പറഞ്ഞു, അങ്ങനെ ജീവനില്ലാണ്ട് ഇതൊന്നും നടക്കൂലായിരുന്നു. ഞാൻ അന്ന് എനിക്ക് പരിപാടി ആലുവേല, അതേ ശ്വാസം മുട്ടിക്കൊണ്ട് വണ്ടിയിൽ ആലുവേല പോയി. അവിടെ പോയി പ്രസംഗിച്ച്, ശ്വാസം മുട്ടിക്കൊണ്ട് പ്രസംഗിച്ചു. അതേ വണ്ടിയിൽ മടങ്ങി വരുന്നു. തളീക്കരക്കാരൻ മൊയ്തുക്കുണ്ട്, പരോന്റെ അടുത്ത മൊയ്തുക്കാരന്റെ മോന് ലത്തീഫ്, ആ ഡ്രൈവർ ലത്തീഫ് ഞാനും കൂടി വരികയാണ്. വന്നപ്പോ എനിക്ക് സിറാജുള്ളക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നമുണ്ട്, കടം കിട്ടണം. കടം കിട്ടാൻ വേണ്ടി മുന്നിയൂരിൽ അവിടെ സുലൈമാനാജിന്റെ പെർക്ക്, സുലൈമാനാജിന്റെ പെർക്ക് കയറി പൈസ കടം വാങ്ങാൻ കയറി അങ്ങ് ചെല്ലുമ്പോ സുലൈമാനാജി, ഉസ്താദ് എങ്ങളും വണ്ടി പോയിട്ട് അങ്ങക്ക് ശ്വാസം മുട്ടുന്നത്, അതുകൊണ്ട് വണ്ടി അങ്ങ് കൊടുത്താളാ, AC ഉള്ള ഒരു വണ്ടിക്ക് ബാക്കി പൈസ ഞാൻ തരുന്നത്. 3.25 ലക്ഷം രൂപ അയാളെന്ന് വണ്ടി മാറ്റി. അഡ്രസ് സഹിതാ ഞാൻ പറയുന്നത്. എന്നോടുള്ള കരാറ് നിങ്ങൾ പാലിച്ചോ, നിങ്ങളോടുള്ള കരാറ് ഞാൻ പാലിക്കും. അള്ളാഹുവിന് വേണ്ടിയാണോ പ്രവർത്തനം, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാകും. ആരും ഭയപ്പെടേണ്ടതില്ല, ആരും പതറേണ്ടതില്ല. ഉറപ്പിച്ച് പ്രവർത്തിച്ചോ, ദീനിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചോ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണ്ട. ജനങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്തു തരാൻ കഴിയൂല. സൃഷ്ടികൾക്ക് ഇവിടെ അധികാരമില്ല. അധികാരം മുഴുവനും രാജാവായ റബ്ബിനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇന്ന് രാവിലെ ഞാൻ എന്റെ കുട്ടികൾക്ക് ഓതിക്കൊടുത്തൊരു ഹദീസ്, എന്റെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ ഞാൻ മിസ്കാത്ത് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഓതിക്കൊടുത്ത ഹദീസാണ്. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മങ്കിബയ്യ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ 2 ചുവലും റസൂലുള്ളാഹി ഇങ്ങ് പിടിച്ചു. ഫഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയാണ്. ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നീ ഒരു വിദേശിയെ പോലെ ഇവിടെ ജീവിച്ചോ. ഇത് നിന്റെ നാടല്ല. നിന്റെ നാടങ്ങ് ജീവിച്ച് മരിച്ചതിന് ശേഷമുള്ളതാ നാട്. എപ്പോഴും ജീവിക്കുന്ന സ്ഥലമല്ലേ നാട്, മടങ്ങിപ്പോകാനുള്ള സ്ഥലമല്ലേ നാട്. ഇത് നിന്റെ നാടല്ല, ഇത് നീ വിദേശത്താണെന്ന കരുത്തിൽ നീ ജീവിച്ചോ. അല്ലെങ്കിൽ നീ ഒരു യാത്രക്കാരനാണ്, ഇപ്പൊ നീ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയതാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതാണ്. ആ രൂപത്തിൽ നീ ഒരു യാത്രക്കാരനാണെന്ന നിലയ്ക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അംസൈത ഫലാ തന്തളിരി സബാഹ്. വൈകുന്നേരമായ നേരം വെളുക്കുന്നത് വരെ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. വൈദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ. നീ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഓരോ നിസ്കാരവും നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാമെന്ന് ചിന്തിച്ച് നിസ്കരിച്ചോ.
വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, ആരോഗ്യമുള്ള സമയത്ത് രോഗമുള്ള സമയത്തേക്ക് നീ സമ്പാദിച്ചു വെച്ചോ. വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ജീവിതകാലത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നീ സമ്പാദിച്ചു വെച്ചോ. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏത് സേവനം ചെയ്യുമ്പോഴും ആ സേവനങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്ന നിലക്ക് ചെയ്തോ, നഷ്ടപ്പെട്ടു പോകൂല, നിലനിൽക്കുന്ന ജീവിതത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഒരു ഹദീസും കൂടി ഞാൻ ഇന്ന് രാവിലെ കുട്ടികൾക്ക് ഓതിക്കൊടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബത്തിനോട് പറഞ്ഞു, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ശരിയായ പരിപൂർണമായ ലജ്ജയുള്ളവരാകണം. പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജ വേണം നിങ്ങൾക്ക്. ഖാലൂ, സഹാബത്ത് ചോദിച്ചു, ഇന്നാ നസ്തഹീ മിനല്ലാഹി യാ നബിയല്ലാഹ്, നബിയെ ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജ ഉള്ളവരാണ്, പരിപൂർണമായുള്ളവരാന്ന് പറയാൻ സഹാബത്തിന് ധൈര്യമില്ല, നമുക്ക് പറയാൻ പറ്റൂല. ഞാനിത് പറഞ്ഞത് എന്റെ ചെറുപ്പക്കാർക്ക് പ്രചോദനമുണ്ടാകാൻ പറഞ്ഞതാ സഹോദരന്മാര്. ഞാൻ ഒരുപാട് മോശം ചെയ്തവനായിരിക്കും, ഒരുപാട് അബദ്ധം ചെയ്തവനായിരിക്കും. ഞാനൊരു പരിപൂർണനാണെന്നൊരിക്കലും ചിന്തിക്കാൻ എനിക്ക് അവകാശമില്ല. അള്ളാഹു ഈ പാവപ്പെട്ട എനിക്കും പുറത്തു തരട്ടെ, നിങ്ങൾക്കും അള്ളാഹു പുറത്തു തരട്ടെ, എല്ലാ മോമിനിങ്ങൾക്കും അള്ളാഹു പുറത്തു തരട്ടെ. ഞാനിത് പറഞ്ഞത് മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാകാൻ, ഇവിടെ പ്രവർത്തിക്കുന്ന എന്റെ ശിഷ്യന്മാർക്ക് പ്രചോദനമുണ്ടാകാൻ പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞോ, ഞങ്ങൾ 100% അള്ളാഹിന്റെ മുമ്പിൽ ലജ്ജയോടുകൂടി 100% ക്ലിയർ ആക്കിയിട്ടാ ജീവിക്കുന്നതെന്ന് പറഞ്ഞോ. ഒരു സഹാബിക്കും പറയാൻ ധൈര്യം വന്നില്ല. അവര് പറയുന്നു, നബിയേ ഞങ്ങൾ ലജ്ജയോടുകൂടി തന്നെയാ ജീവിക്കുന്നത്, പക്ഷെ 100% ക്ലിയറാന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. വൽഹംദുലില്ലാഹ്. എന്നാലും അള്ളാനെ പേടിച്ചു, അള്ളാന്റെ മുമ്പിൽ ലജ്ജയോടെയും ജീവിക്കാൻ അള്ളാഹ് തൗഫീഖ് തന്നത് ഞങ്ങളെ പവറല്ല, അത് അള്ളാഹ് ഞങ്ങൾക്ക് തന്ന ഒരു പ്രത്യേകമായ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്. അതിന്റെ സ്തുതി അല്ലാഹുവിനാണ്, അത് എന്റെ പവറല്ല, ഞങ്ങളെ പവറല്ല. എല്ലാ തൗഫീഖും ഭാഗ്യവും തരുന്നവൻ അല്ലാഹയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ദാലിക, അങ്ങനെ അള്ളാഹിനെ പേടിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജണ്ടായിട്ട് ജീവിച്ചാ പോരാ, പിന്നെ എന്ത് വേണം? അതിനെക്കാണ് ഉയരാൻ നോക്കണം. വലാകിൻ മൻ ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, ഒരു മനുഷ്യൻ പരിപൂർണമായി ശരിയായ നിലക്ക് അള്ളാഹിന്റെ മുമ്പിൽ ലജ്ജയുള്ളവനായി ജീവിക്കുമ്പോ അവൻ എന്താ വേണ്ടത്? അവൻ തല സൂക്ഷിക്കണം. തല സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ തല മറ്റൊരാളെ മുമ്പിൽ കുനിക്കാനുള്ളതല്ല, അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ളതാണ്. വേറൊന്നിനും പോയി സുജൂദ് ചെയ്യരുത്. ഈ തല സൂക്ഷിക്കണം. ആ തല സംഘടിപ്പിച്ചതിനെയും സൂക്ഷിക്കണം. തല സംഘടിപ്പിച്ചത് ആ കാതുകൊണ്ട് ഗീബത്ത് കേൾക്കരുത്, കള്ളം കേൾക്കരുത്, കുറ്റം പറയുന്നത് കേൾക്കരുത്. അതുപോലെ തന്നെ തല സമ്മേളിപ്പിച്ച വസ്തുവാണ് നാവ്. നാവ് കൊണ്ട് ചീത്ത പറയരുത്, കളവ് പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫിത്ന പറയരുത്, ഫസാദ് പറയരുത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ തല ഒരുമിച്ച് കൂട്ടിയ സാധനം ആ കണ്ണുകൊണ്ട് അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്, ഹറാമിലേക്ക് നോക്കരുത്, ഹറാമിലേക്കൊന്നും നോക്കരുത്. സുബ്ഹാനല്ലാഹ്. ആ തല ഒരുമിച്ച് കൂട്ടിയതാണ് മനുഷ്യന്റെ മൂക്ക്. ആ മൂക്ക് ഹറാമായത് ചുംബിക്കാൻ ഉപയോഗിക്കരുത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തലയിൽ സംഘടിപ്പിക്കപ്പെട്ട വിഷയങ്ങളും എല്ലാം സൂക്ഷിച്ച് ജീവിക്കണം. പിന്നെയും പറയുന്നു, മനുഷ്യന്റെ ആമാശയം സൂക്ഷിക്കണം. ആമാശയം വലയം ചെയ്യുന്നതിനെ സൂക്ഷിക്കണം. മനുഷ്യന്റെ കാല്, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം, മനുഷ്യന്റെ വയറ്, അങ്ങനെ തുടങ്ങിയിട്ട് ആമാശയവുമായി ബന്ധപ്പെട്ട അടുത്തു നിൽക്കുന്ന സാധനങ്ങൾ. മനുഷ്യന്റെ മനസ്സ്, അസൂയ ഉണ്ടാകരുത്, കിബിറുണ്ടാകരുത്, അഹങ്കാരം ഉണ്ടാകരുത്, ആരോടും വിദ്വേഷം ഉണ്ടാകരുത്, വൈരാഗ്യം ഉണ്ടാകരുത്. മനസ്സ് സൂക്ഷിക്കണം. വയറ്റിൽ ഹറാമ് കഴിക്കരുത്, അതുപോലെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്, ഗുഹ്യസ്ഥാനം ഹറാമിലേക്ക് തിരിക്കരുത്. അങ്ങനെ വയറുമായി അവരെന്റെ ചുറ്റുഭാഗത്തുള്ളതും സൂക്ഷിക്കണം. വല്യദ്കുരിൽ മൗത വൽ ബലാ, മരണത്തെ ഓർമ്മിക്കണം. എന്റെ ഈ ശരീരം ഞാൻ എത്ര തന്നെ പൊടിയിട്ട് വിരിക്കിയാലും, ഏത് കണ്ണാടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വിരിക്കിയാലും, ഈ ശരീരം ഒരു ദിവസം
ദിവസം ദ്രവിച്ചു പോകുമെന്ന ബോധം വേണം. വമൻ അറാദൽ ആഖിറത തരക സീനത്തദ് ദുനിയാ. ഒരു മനുഷ്യൻ ആഖിറത്തിനെ ശരിക്കങ്ങ് ഉദ്ദേശിച്ചാൽ ദുനിയാവിന്റെ ആഡംബരം അവൻ കൈയൊഴിച്ചു പോയി. സഹോദരന്റെ ആവശ്യത്തിനാണ് വാഹനം, ആവശ്യത്തിനാ ബിൽഡിങ്, ആവശ്യത്തിനാ കാര്യങ്ങൾ, ആഡംബരത്തിന്റെ പിന്നാലെ പോകാനുള്ളതല്ല. ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹിയ മിനല്ലാഹി ഹഖൽ ഹയാ. വല്ലവരും ഇത് ശരിക്ക് സൂക്ഷിച്ച് ജീവിച്ചാൽ അവനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ശരിയായ നിലയ്ക്ക് ലജ്ജയോടെ ജീവിച്ചവൻ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 100% ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, എല്ലാ അവയവങ്ങളും ഹറാമിൽ നിന്ന് മോചിപ്പിച്ച് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ചലനങ്ങൾ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റിക്കണം. ഒരു 3 സ്വലാത്തുകൾ, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ. ഇവിടെ കുറെ മഹാന്മാർ കിടക്കുന്നു. നമ്മളെ കോമ്പൗണ്ടിൽ തന്നെ കുറെ മഹാന്മാർ കിടക്കുന്നുണ്ട്. ഈ വടകരയിലും കുറെ മഹാന്മാരുണ്ട്. അവരൊക്കെ പേരിൽ ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ഒരുപാട് മോമിനിയങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളെ അഷ്റഫിന്റെ ബാപ്പ ഈ പടുത്ത് മരണപ്പെട്ടു പോയി. അതുപോലെ പലരും മരിച്ചുപോയി. അല്ലാഹു എല്ലാവരും ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. വടകര ഭാഗത്ത് വരുമ്പോൾ അബ്ദുള്ള മുസ്ലിയാരെ മറക്കാൻ കഴിയൂല. അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്, മറക്കാൻ കഴിയൂല. അബ്ദുറഹ്മാൻ ഹാജിനെ മറക്കാൻ കഴിയൂല. നമ്മളിവിടെ മൂലക്കുണ്ടായി. നമ്മൾ ആദ്യത്തെ ഓഫീസിന്റെ തൊട്ടടുത്ത ഒരാൾ അബൂക്കർ അയ്യം അല്ലേ, അബൂക്കർ മറക്കാൻ കഴിയൂല. അങ്ങനത്തെ ഇത്ര ആളുകൾ മരിച്ചുപോയി. അല്ലാഹുവേ അവരൊക്കെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കട്ടെ. എല്ലാവരും ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ക്ഷണിക്കുകയാണ്. വരുന്ന വെള്ളിയാഴ്ച മഗ്രിബോടനുബന്ധിച്ച് കുറ്റ്യാടി സിറാജുൽ ദിക്ർ ഹൽക്കയാണ്. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരുണ്ട് ഇല്ലേ. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ ഹൽക്കയെ ചൊല്ലും. ഒരാൾ 1000 ചൊല്ലും. അപ്പൊ 100 കണക്കിന് 1000 ആളുണ്ടാകുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ സുബ്ഹാനല്ലാഹ്, അതിന്റെ മഹത്വം ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ തീരൂല. അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തൊരു ദിക്റാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ നന്മയും തിന്മയും തൂക്കുമ്പോ ഒരു മനുഷ്യന്റെ തുലാസിൽ നോക്കുമ്പോ നന്മൻ്റെത് വളരെ കുറവ്, തിന്മ വല്ലാതെ തൂങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഓർഡർ അവൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുവന്ന് തട്ടിൽ വെക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കൊണ്ടുവന്ന് ത്രാസിലങ്ങ് വെക്കുമ്പോഴേക്ക് തിന്മയുടെ ത്രാസ് അതാ പൊങ്ങിപ്പോയി. വല്ലാത്ത വെയിറ്റ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെയിറ്റ്. വല്ലാത്തൊരു ദിക്റാണത്. എത്ര വർദ്ധിപ്പിക്കാൻ കഴിയോ വർദ്ധിപ്പിച്ച് ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിറാജുൽ ഹുദ 20ാം വാർഷിക സമ്മേളനം 2010 ജനുവരി 29, 30, 31 തീയതികളിൽ കുറ്റ്യാടിയിൽ.